നമ്മൾ ജയിക്കേണ്ട പല കളികളും ഈ സീസണിൽ പല കാരണങ്ങൾ കൊണ്ടും നമ്മൾ തോറ്റിട്ടുണ്ട്. ബാംഗ്ലൂർ മാച്ചാണ്, ഓപ്പണിംഗ് മാച്ചാണ്, ഫസ്റ്റ് മാച്ചാണ്, ലാസ്റ്റ് സീസണിലെ വിവാദങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഫുള്ളി പാക്ഡ് സ്റ്റേഡിയം ആയിരുന്നു. അതിൻ്റെ കപ്പാസിറ്റിയിൽ എല്ലാവരും ഉള്ള സ്റ്റേഡിയം ആയിരുന്നു. അത്രയും നോയ്സ് ആയിരുന്നു. നോർത്ത് ഇന്ത്യയിൽ എവിടെ പോവുകയാണെങ്കിൽ പോലും അവിടെ മഞ്ഞപ്പടയുടെ പ്രസൻസ് അല്ലെങ്കിൽ നമ്മുടെ ഫാൻസിൻ്റെ പ്രസൻസ് അവിടെ ഉണ്ടായിരിക്കും. ചില സ്റ്റേഡിയങ്ങളിൽ പോകുമ്പോൾ അത് നമ്മുടെ ഹോമാണെന്ന് നമുക്ക് തോന്നിപ്പോവും. 7th കളിക്കുന്ന പ്ലേയേഴ്സ് എല്ലാം നല്ല രീതിക്ക് കളിക്കുന്ന പ്ലേയേഴ്സ് ഉണ്ട്. പക്ഷേ അതൊരു 90 മിനിറ്റ്സ് ഗെയിമിലേക്ക് വരുമ്പോൾ 90 മിനിറ്റ്സ് എങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റും, ഇപ്പോൾ എക്സ്ട്രാ ടൈം വന്നിട്ട് 120 മിനിറ്റ്സ് എങ്ങനെ ചെയ്യാൻ പറ്റും, അതാണ് ഒരു പ്രൊഫഷണൽ പ്ലെയറിനെയും നമ്മൾ ഒരു സാധാ പ്ലെയറിനെയും മാറ്റുന്നത്. ആളുകൾക്ക് അറിയാം പല മാച്ചസും നമ്മൾ അത്രയും നന്നായി കളിച്ചിട്ട് പോലും ഞാൻ പറഞ്ഞില്ലേ കുറച്ച് കാരണങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ കോച്ചിങ് സ്റ്റാഫ്, നമ്മളെ സ്റ്റാഫുകൾ എല്ലാവരുടെ അടുത്തുള്ള പെരുമാറ്റമാണെങ്കിലും സച്ച് എ ജെന്റിൽമാൻ, അത്രയും അടിപൊളിയാണ് ആള്. ഐമൻ അസറും നമ്മുടെ പിള്ളേരാണ്. എന്താ പറയുക, അവര് ബോൾ ബോയ്സ് ആയിട്ടൊക്കെ നിന്നിട്ടുണ്ട്. എൻ്റെ അടുത്ത സുഹൃത്താണ്, രാവിലെ എന്ന് പറഞ്ഞ അടുത്ത സുഹൃത്താണ്. നമ്മൾ അടിപൊളിയാണ്. ഏതൊരു സ്പോർട്ടിന്റെയും കൂടെപ്പിറപ്പാണ് പരിക്കെന്നുള്ളത്. ഗ്രൗണ്ടിൽ പരിക്ക് പറ്റാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. നമ്മൾ TV-യിൽ ഒരു മാച്ച് കാണുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ട് കണ്ടുകൊണ്ടിരുന്ന സമയത്തായിരിക്കും ഒരാൾക്കൊരു പരിക്ക് പറ്റുന്നു, പെട്ടെന്ന് എല്ലാവരും പാനിക് ആവുന്നു. TV-യിൽ ഇത് കാണുന്ന നമ്മളും പാനിക് ആവുന്നു. പക്ഷെ ആ സമയത്ത് ഒരു ചെറിയ ബോക്സ് ഒക്കെ ആയിട്ട് ഒരാൾ ഗ്രൗണ്ടിലേക്ക് പ്രവേശിക്കുകയാണ്. അയാൾ സ്പോർട്സ് ഫിസിഷ്യൻ ആണ്, അല്ലെങ്കിൽ ടീം ഡോക്ടറാണ്. അപ്പൊ നമുക്കൊരു വിശ്വാസമുണ്ട് ആൾ എങ്ങനെയെങ്കിലും ഈ പരിക്ക് പറ്റിയ ആളെ സെറ്റാക്കി തിരിച്ചു കൊണ്ടുവരും എന്നുള്ളത്. പിന്നീട് നമുക്ക് ഈ സ്പോർട്സ് ഫിസിഷ്യൻ ആരാണെന്നോ ടീം ഡോക്ടർ ആരാണെന്നോ ഒന്നും അറിയില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ച് അവരാണ് രക്ഷകർ. ഇന്ന് എൻ്റെ കൂടെയുള്ളത് അങ്ങനെ ഒരു രക്ഷകനാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടീം ഡോക്ടർ ശ്രീരാഗ് ഗിരിയാണ്. വെൽക്കം ഡോക്ടർ, വെൽക്കം ടു ദി ഷോ. അപ്പോ എങ്ങനെയാണ് ഈ ഒരു ജേർണി? ശരിക്കും ഫുട്ബോൾ കളി ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, പാഷനേറ്റ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഒരു ഗ്രേറ്റ് അഡ്മയറർ ഓഫ് ദ ടീം എന്ന നിലയിൽ നമ്മൾ ഈ ഒരു ടീമിലേക്ക് വരുമ്പോൾ ഡോക്ടറുടെ ആ ഒരു ജേർണി എങ്ങനെയായിരുന്നു? ലൈക്ക് എനിക്ക് ഫുട്ബോൾ പണ്ട് തൊട്ടേ ഇഷ്ടമാണ്, കളിക്കാറുണ്ട്, കോളേജിലാണെങ്കിൽ കളിക്കാറുണ്ട്. ഞാൻ എറണാകുളം ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് MBBS കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ ആ ടൈമിലാണെങ്കിൽ പോലും ഇറ്റ്സ് ക്ലോസ് ടു ദ സ്റ്റേഡിയം. അപ്പോൾ നമുക്ക് ടിക്കറ്റ്സ് അവൈലബിൾ ആവുന്ന സമയത്ത് ഇതേപോലെ നമ്മൾ മെട്രോ യൂസ് ചെയ്തിട്ടും അതുപോലെ ബസ്സിൽ അങ്ങനെയൊക്കെ നമ്മൾ ഏറ്റവും ബാക്ക് ടയറിൽ ഇരുന്ന് കളി കണ്ടിരുന്നതാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ കോളേജിൽ ഞാൻ 2016 എത്തുന്നതാണ്. അതിനുശേഷം ഒട്ടുമിക്ക സീസണിലും കളി കാണാൻ പോക്കുണ്ട്. അപ്പോൾ അങ്ങനെ കളി കണ്ടിട്ട് നമ്മൾ ഓരോ പ്ലേയേഴ്സിനെ ആണെങ്കിലും മീറ്റ് ചെയ്യാൻ ഭയങ്കര ആഗ്രഹവും അവരിപ്പോൾ ഒരു ഫോട്ടോ എടുക്കാൻ ആഗ്രഹം അങ്ങനെയൊക്കെ നടന്നിരുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ MBBS കംപ്ലീറ്റ് ചെയ്തു. ഞാനൊരു ക്ലിനിക്കിൽ വർക്ക് ചെയ്യുന്ന ടൈമാണ്, ഒറ്റപ്പാലം. ആ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്താണ് എനിക്ക് ഇതേപോലൊരു ഓഫർ, ലൈക്ക് ഇന്റർവ്യൂ കോൾ വരുന്നത്. ഇന്റർവ്യൂ കോൾ അറ്റൻഡ് ചെയ്തതിൽ അതിന് പിന്നെ സെലക്ഷൻ ആയി എന്ന് പറഞ്ഞിട്ട് പെട്ടെന്നാണ് എനിക്കൊരു കോൾ വരുന്നത്. ആ കോൾ വന്ന സമയത്ത് ഇത് തന്നെയാണ് എന്താ പറയാ, നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്തൊരു സന്തോഷം. അത് കിട്ടിയത് ലൈഫിൽ കിട്ടുന്ന ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ മാത്രമേ നമുക്ക് മുന്നോട്ട് നയിക്കുന്നത്. അപ്പൊ ഇത് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമായിരുന്നു. തീരെ പ്രതീക്ഷിക്കാത്ത ഒരു സമയത്താണ് അല്ലെ നമ്മൾ ഒത്തിരി ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം നമ്മളിലേക്ക് വരുന്നു. ആഗ്രഹിക്കുന്ന ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല. അങ്ങനെ ഒരു ആഗ്രഹം എന്നല്ല, നമ്മൾ ഇപ്പൊ ടീമിന്റെ ഡോക്ടർ ആവണം, സ്പോർട്സ് ഡോക്ടർ ആവണം, അങ്ങനെയൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ഞാൻ എന്റെ കരിയർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സെറ്റ് ആക്കുന്നുണ്ടായിരുന്നുള്ളൂ. ലൈക്ക് ഹയർ സ്റ്റഡീസിന് പോകണം. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്താണ് ഇങ്ങനെ ഇന്റർവ്യൂ ഓഫർ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ആ രീതിക്ക് ആയിരുന്നു. പക്ഷെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോൾ അതിന് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു കിട്ടും എന്നുള്ളത്. കിട്ടിയപ്പോ സന്തോഷമായി, ഭയങ്കര സന്തോഷം, ഹാപ്പിയായി. ഈ പറഞ്ഞ പോലെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കണം എന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹമുള്ള ഒരാൾക്ക് എന്തായാലും സന്തോഷമാണ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ഹാപ്പിനെസ് ആയിരുന്നു. ഭയങ്കര സന്തോഷമായി. പിന്നെ ഡോക്ടർ വേറൊരു കാര്യം എന്താ വെച്ചാലും നമുക്ക് ഈ ഒരു ഫുട്ബോൾ അല്ലെങ്കിൽ മറ്റേത് കായിക ഇനം ആയിക്കോട്ടെ, സാധാരണ വീട്ടിലൊരു കുട്ടിക്ക് ഇപ്പൊ എനിക്ക് ഫുട്ബോൾ കളിക്കണം, എനിക്ക് ഇതാണ് ഇഷ്ടം എന്ന് പറയുമ്പോഴത്തേക്കും അച്ഛനും അമ്മയ്ക്കും വലിയ ടെൻഷനാണ്. കാരണം ഇത് സ്റ്റേബിൾ അല്ലാത്തൊരു കാര്യമാണ് പറയുന്നത്. ഇപ്പൊ കായിക മേഖലയിൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും പഠിക്കാൻ ഇപ്പുറത്ത് അവന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ അതല്ല ഇവിടെയാണ് അവന് കൂടുതൽ കഴിവ് തെളിയിക്കാൻ സാധിക്കുക എന്നുള്ളൊരു കാര്യം കണ്ടിട്ട് വേണം മാതാപിതാക്കൾ ഒരു തീരുമാനം എടുക്കാൻ എന്നൊക്കെ നമുക്ക് ചിന്തിക്കുമ്പോൾ തോന്നും. പക്ഷേ സാധാരണക്കാർ ചിന്തിക്കുക അങ്ങനെയല്ല. പ്രൊഫഷണലി നമ്മുടെ ഒരു ലൈഫ് സെറ്റ് ആകണം, നമ്മുടെ മകന്റെ ഭാവി അല്ലെങ്കിൽ മകളുടെ ഭാവി അത് സെറ്റ് ആക്കണം എന്നൊരു വേവലാതിയാണ് അവർക്കുള്ളത്. അപ്പോൾ ഡോക്ടർ അതുകൊണ്ടാണ് ഒരു പ്രൊഫഷണൽ ഡിഗ്രി എടുത്ത ശേഷം ഈ ഒരു ടീമിലേക്ക് വരിക, അല്ലെങ്കിൽ ഫുട്ബോൾ മാച്ചസിലേക്ക് കൂടുതൽ വരിക, അങ്ങനെയൊക്കെ ഉണ്ടായത്. വീട്ടിൽ അങ്ങനെ എന്തെങ്കിലും സീൻ ഉണ്ടായിരുന്നോ, പ്രശ്നം ഉണ്ടായിരുന്നു? ഇല്ല, ഞാൻ ചെറുപ്പം തൊട്ട് സ്പോർട്സിൽ ആക്റ്റീവ് ആണെന്ന് വെച്ചാൽ ആക്റ്റീവ് ആണ്. സ്കൂളിൽ പഠിക്കുമ്പോൾ സ്പോർട്സിൽ ആക്റ്റീവ് ആണ്. പിന്നെ എന്റെ ഫാദർ കളരി ട്രെയിനറാണ്. അപ്പൊ വീട്ടിൽ കളരി ഉണ്ട്. അപ്പൊ സ്പോർട്സ് നമ്മൾ ചെറുപ്പം തൊട്ടേ കായിക മേഖലയിൽ ഉണ്ട്.
ബട്ട് ഒരു പ്രൊഫഷണൽ രീതിക്ക് വരുന്നത് ഇപ്പോഴാണ്. അത് പറഞ്ഞതുപോലെ പണ്ടത്തെ പോലെ തന്നെ എല്ലാ പേരൻസിനും പോലെ തന്നെ അവരും അവരുടേതായ കൺസേൺ ഉണ്ടായിരുന്നു. അച്ഛൻ അറ്റൻഡർ ആയിട്ട് വർക്ക് ചെയ്യുന്ന, അപ്പൊ അച്ഛനൊരു വലിയ ആഗ്രഹമാണ് മകൻ ഡോക്ടർ ആവണം എന്നുള്ള അച്ഛൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ ചെറുപ്പം തൊട്ടേ ഇത് കാണുന്ന എനിക്കും എന്റെ മനസ്സിൽ ആ ഒരു ആഗ്രഹം വന്നു. അങ്ങനെയാണ് ഈ MBBS അല്ലെങ്കിൽ പ്രൊഫഷണൽ രീതിയിലേക്ക് അങ്ങനെ മാറിയത്. അത് കഴിഞ്ഞ് ഇങ്ങനെ ഒരു ഓഫർ കിട്ടി. അത് സ്പോർട്സ് ഫീൽഡിലൂടെ ആയപ്പോൾ അച്ഛനും ഭയങ്കര സന്തോഷമായി. നമ്മൾ കായികം ചെറുപ്പം തൊട്ടേ ഉള്ളത് കൊണ്ട് കുറച്ചും കൂടി സന്തോഷമാകുന്ന രീതിക്കായത്. അത് ശരിക്കും നമ്മുടെ ഈ ഒരു ഇപ്പൊ ടീം ഡോക്ടർ എന്ന നിലയിൽ നമുക്കൊരു എക്സ്ട്രാ ബോണസ് ആണ്. ഒരു MBBS ഡോക്ടറിന് മാത്രമാണ്, അല്ലെങ്കിൽ ഇങ്ങനൊരു ഡിഗ്രി ഉള്ളവർക്ക് മാത്രമാണ് സ്പോർട്സ് ഫിസിഷ്യനായിട്ട് വരാൻ പറ്റുക, അങ്ങനെയുണ്ടോ? ആക്ച്വലി സ്പോർട്സ് ഫിസിഷ്യനായി വരിക എന്ന് പറഞ്ഞാൽ ലൈക്ക് MD സ്പോർട്സ് മെഡിസിൻ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഹയർ സ്റ്റഡീസ് ബ്രാഞ്ച് ഉണ്ട്. ദാറ്റ് ഇസ് പോസ്റ്റ് ഗ്രാജുവേഷൻ. ഇപ്പൊ ഞാൻ എന്റെ UG മാത്രമേ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടാണ് നമ്മളത് സ്പോർട്സ് ഫിസിഷ്യൻ എന്ന രീതിക്ക് വരുന്നത്. അതെല്ലാം ഇപ്പൊ നമ്മളെ ഇന്ത്യയിൽ ഒരു ക്ലബിൽ അതിന് ഓക്കെ ആണ്. MBBS ഈസ് ഇനഫ് ഫോർ എ സ്പോർട്സ് ഡോക്ടർ. ബട്ട് നമ്മൾ UK അതേപോലെ ഫോറിൻ കൺട്രീസിലൊക്കെ പോകുമ്പോഴാണ് നമുക്ക് ഈ സ്പോർട്സ് മെഡിസിൻ കാര്യങ്ങൾ എന്തായാലും മസ്റ്റ് ആയിട്ട് വേണം. ഇപ്പൊ ഇന്ത്യയിലും നിയമങ്ങൾ മാറി വരുന്നുണ്ട്. പിന്നെ ഈ സ്പോർട്സ് മെഡിസിൻ മസ്റ്റായി വേണം എന്നുള്ള രീതിക്കാവും. ഞാൻ അതിന്റെ പ്രിപ്പറേഷനിലാണ്. എന്റെ ഈ സ്പോർട്സ് മെഡിസിൻ എന്ന ടേം നമുക്ക് സാധാരണക്കാർക്ക് അത്ര പരിചയമുള്ള ഒരു ടേം അല്ല, നമ്മൾ കേട്ട് പരിചയമില്ലാത്തൊരു ടേം ആണ്. നേരത്തെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരാൾ വരുന്നു, ഒരു ബോക്സ് ഒക്കെ ആയിട്ട് ഗ്രൗണ്ടിലേക്ക് എത്തണു, പിന്നെ പരിക്കൊക്കെ മാറി സെറ്റ് ആവണു, നമ്മൾ പ്രാർത്ഥിക്കുകയായിരിക്കും അപ്പോൾ എങ്ങനെയും തിരിച്ചു വരണേ എന്നുള്ളത്. എന്താണ് ശരിക്കും ഒരു സ്പോർട്സ് ഫിസിഷ്യൻ അല്ലെങ്കിൽ ടീം ഡോക്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് അതിന്റെ ഒരു ഡെഫിനിഷൻ? എന്താണ് സ്പോർട്സ് മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ കായികം പലതരത്തിലുള്ള സ്പോർട്സ് ഫീൽഡ് ഉണ്ട്. ഫുട്ബോൾ, ക്രിക്കറ്റ്, അങ്ങനെ എന്ത് കായികമാണെങ്കിലും. അതുപോലെ വ്യായാമം, നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ ഇഞ്ചുറീസ് വരാം. വ്യായാമം ചെയ്യുന്നത് അതിനെല്ലാം വരുന്ന ഇഞ്ചുറീസ്, ആ ഇഞ്ചുറീസിന് നമ്മൾ പ്രിവെന്റ് ചെയ്യുക. ലൈക്ക് അത് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ മെഷർമെന്റ് എടുക്കാൻ പറ്റും, ആ ഒരു കാര്യം. പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്ത് വന്നു, ഇപ്പൊ നമുക്കൊരു പെയിൻ വന്നു, അപ്പൊ അത് എന്ത് പെയിനാണ്, ഏത് മസിലിന്റെ ടയറാണ്, മസിലിന്റെ ബെല്ലിയിലാണോ അതോ ടെൻഡനിലാണോ, അത് ഡയഗ്നോസ് ചെയ്യുക. അപ്പോൾ പ്രിവെൻഷനായി ഡയഗ്നോസ് ആയി, പിന്നെ നമ്മളത് ട്രീറ്റ് ചെയ്യും. ആ ഇഞ്ചുറി എത്രയും വേഗം നമ്മളിപ്പോ അത് പ്രൊഫഷണൽ ടീമിൽ നിൽക്കുന്ന സമയത്ത് ആ ഇഞ്ചുറി മാറ്റി എത്രയും വേഗം പ്ലെയറിന് അവൈലബിൾ ആക്കി കൊടുക്കണം. നമുക്ക് നെക്സ്റ്റ് മാച്ച് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് മാച്ച് വരുന്നതിന്. അപ്പൊ എല്ലാവർക്കും വേണ്ടത് അത്. അപ്പൊ ലിമിറ്റഡ് ടൈമിൽ നമുക്ക് അവരെ പ്ലെയേഴ്സിനെ അവൈലബിൾ ആക്കി കൊടുക്കണം. അത് ട്രീറ്റ്മെന്റ്. പിന്നെ ഉള്ളത് റീഹാബിലിറ്റേഷൻ ആണ്. നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുത്തതിന് ശേഷം റീഹാബ് ചെയ്തിട്ട് വേണം ഈ പ്ലെയറെ നമുക്ക് ഫുള്ളി ഫിറ്റ് ആയിട്ട് കൊടുക്കാം. ഒരു ഇഞ്ചുറി കഴിഞ്ഞാൽ ഒരിക്കലും ഒരു പ്ലെയറിന് 90 മിനിറ്റ്സ് കളിക്കാൻ പറ്റില്ല. ഫുട്ബോളിന്റെ കേസിൽ ഞാൻ പറയുന്നത് 90 മിനിറ്റ്സ് ഒരിക്കലും കളിക്കാൻ പറ്റില്ല. അപ്പോൾ അവരെ സെപ്പറേറ്റ് ഇൻഡിവിജ്വൽ ട്രെയിനിങ് കൊടുക്കും. ഇൻഡിവിജ്വൽ ട്രെയിനിങ് കൊടുത്തിട്ട് അവര് ഫിറ്റ് ആയതിനു ശേഷം നമ്മുടെ ടീമിന്റെ കൂടെ പ്രാക്ടീസ് ചെയ്ത് എന്നിട്ട് പിന്നെ നമുക്ക് ഗ്രൗണ്ടിലേക്ക് അവരെ അവൈലബിൾ ആക്കാൻ പറ്റും. അപ്പൊ മൊത്തത്തിൽ പറയുക വെച്ചാൽ നമുക്ക് ഇഞ്ചുറി വരുന്നത് പ്രിവെന്റ് ചെയ്ത് ചെയ്യാൻ എന്തൊക്കെ വേണം. പിന്നെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ അത് ട്രീറ്റ്മെന്റ് ആൻഡ് റീഹാബിലിറ്റേഷൻ, പിന്നെ അത് ഡയഗ്നോസ് ചെയ്യുക. ഈ ഒരു 4 കാര്യങ്ങളാണ് മെയിൻലി സ്പോർട്സ് മെഡിസിൻ എന്നതില് ഒരു ജോലിയായിട്ട് വരുന്ന കാര്യങ്ങൾ, ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പൊ ഈ ഒരു സ്പോർട്സ് ഇഞ്ചുറി എന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ ഒരു ഡിഗ്രി വെച്ചിട്ടായിരിക്കും അല്ലെ ഇതിന്റെ ടൈം, ഇപ്പൊ ഈ പറഞ്ഞ ട്രീറ്റ്മെന്റ് ടൈം പിന്നെ നിശ്ചയിക്കുന്നത്. അപ്പോ ഒരു നല്ല ഇഞ്ചുറി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഗെയിമിലേക്ക് തിരിച്ച് അവരെ കൊണ്ടുവരാനായിട്ട് പറ്റുമോ, സാധിക്കുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. അവിടെയാണ് ഭയങ്കരമായിട്ട് നമുക്കും നമ്മളൊരു നിസ്സായാവസ്ഥ അല്ലാതെ അത്രയും ടോപ്പ് ഫോമിൽ കളിക്കുന്ന പ്ലെയർ ആയിരിക്കും. ചിലപ്പോൾ ഗോൾഡൻ ബൂട്ട്, നമ്മൾ ഇപ്പൊ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ കേസിൽ ഗോൾഡൻ ബൂട്ടിൽ നിൽക്കുന്ന പ്ലെയർ ആയിരിക്കും. ആ ടൈമിലായിരിക്കും ചിലപ്പോൾ ഒരു ഇഞ്ചുറി. നമ്മൾ ഇഞ്ചുറി അങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നില്ല ഒരിക്കലും. അൺസർട്ടൺ ആണ്, എപ്പോ വേണേൽ സംഭവിക്കാം. അപ്പോ അത് വന്നു കഴിഞ്ഞ് നമുക്കൊരു സ്കാൻ ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ക്ലിനിക്കൽ എക്സാമിനേഷൻ ചെയ്ത് അറിയുന്ന സമയത്ത് നമ്മൾ കോച്ചിനോട് പറയുമ്പോൾ നമുക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. നെക്സ്റ്റ് മാച്ച് വരുമ്പോൾ നമുക്കും ടീം ജയിക്കണം. അപ്പൊ അത് ഭയങ്കര ഗ്യാപ്പാണ്. അത് ഈ ഫാൻസിനാണെങ്കിൽ പോലും നമുക്ക് അവർ കേൾക്കുന്ന സമയത്ത് അവർക്കും ഉൾക്കൊള്ളാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതൊരു ടഫ് ഫേസ് ആണ് ഇഞ്ചുറി വരിക എന്നുള്ളത്. നമ്മൾ മാക്സിമം പ്രിവെൻഷൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ബട്ട് ഇത് കോൺടാക്ട് സ്പോർട്സ് ആണ്, അപ്പൊ എന്തായാലും ഇഞ്ചുറി വരും. പിന്നെ അത് മാത്രല്ല, നമ്മളെല്ലാവരും നോക്കിയിരിക്കുന്നത് ടീം ഡോക്ടറിന്റെ കയ്യിലാണ് എല്ലാ കാര്യം എന്നുള്ളതാണ്. എന്തെങ്കിലും മിറക്കിൾ സംഭവിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നവരും ഉണ്ടാവും അല്ലെ. ഈ ഒരു പിന്നെ എക്സ്ട്രീം കേസിന്റെ കാര്യം ഞാൻ പറയണേ. അപ്പോൾ അത് നമുക്ക് ശരിക്കും ഒരു ടഫായിട്ടുള്ളൊരു സിറ്റുവേഷൻ അല്ലേ, ഇങ്ങനെ ഒരു ഹൈ ഇഞ്ചുറി ആണെന്നുണ്ടെങ്കിൽ അല്ലെ. അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടോ? ഒരുപാടുണ്ടായിട്ട്. കഴിഞ്ഞ സീസണിലുണ്ടായിട്ടുണ്ട്, ഈ സീസണിലുണ്ടായിട്ട് മെയിൻ പ്ലേയേഴ്സ് ഇഞ്ചുറി പറ്റുമ്പോഴുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു നമ്മളൊരു ടീമാണ്, മെഡിക്കൽ ടീമാണ്. ഒരു സ്പോർട്സ് മെഡിസിൻ ഡോക്ടർ, അതായത് ഞാൻ മാത്രം അങ്ങനെയല്ല. ഇതിന്റെ മെയിൻ നമുക്ക് അതിനും ഡോക്ടറെക്കാട്ടും നമ്മൾ സ്പോർട്സിൽ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് വരുന്നത് ഫിസിയോതെറാപ്പിസ്റ്റുമാർക്കാണ്. ഫിസിയോസ് ആണ് മെയിൻലി
സ്പോർട്സിൽ അവർ 24/7 അവരെ എക്സസൈസ് ചെയ്യിപ്പിക്കുന്നത്, റിഹാബ് കൊടുക്കുന്നത്, ഓരോ കാര്യങ്ങൾ അവരെ റിക്കവറി നോക്കുന്നത്, നമ്മൾ ഡയഗ്നോസ് ചെയ്ത് ട്രീറ്റ്മെന്റ് ടാബ്ലറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. ഇപ്പൊ സർജറിക്ക് വേണമെങ്കിൽ പ്ലെയറിന് സർജറിക്ക് അവൈലബിൾ ആക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ സൈഡിൽ നിന്ന് വരുന്നത്. ബാക്കി റീഹാബിലിറ്റേഷൻ, റിക്കവറി ഇതെല്ലാം ഫിസിയോതെറാപ്പിസ്റ്റ് അവരാണ് നോക്കുന്നത്. അപ്പൊ മെയിൻലി മെഡിക്കൽ ടീമിന്റെ കോർ എന്ന് പറയുന്നത് ഫിസിയോതെറാപ്പിസ്റ്റ് ആണ്. നമ്മള് ഈവൻ നമ്മളെ ടീമിന്റെ ആണെങ്കിൽ പോലും നമ്മളെ ഹെഡ് ഫിസിയോ ആളാണ് ഏറ്റവും ടോപ്പായിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ടീമിൽ മെയിൻ ആയിട്ട് ഈ പറഞ്ഞ പോലെ മെയിൻ ഫിസിയോ വരും, അസിസ്റ്റന്റ് ഫിസിയോ വരും, പിന്നെ ടീം ഡോക്ടർ, അതുപോലെ തന്നെ മാനേജർ ഉണ്ടാവും. അങ്ങനെ 4-5 പേര് അടങ്ങുന്നതാണ് ടോട്ടൽ മെഡിക്കൽ ടീം. അപ്പൊ എല്ലാവരും കൂടുതൽ ഒരു കോർഡിനേഷനും ഹാർഡ് വർക്കും ആയിട്ടാണ് നമുക്ക് ഇത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ. നമുക്കിപ്പോ ഞാനിപ്പോ ഇഞ്ചുറി ഡയഗ്നോസ് ചെയ്തു, അതിന് ടാബ്ലറ്റ് കൊടുത്തു, പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമില്ല. മസിൽസിന്റെ കാര്യമാണ്, അതെല്ലാം ഫിസിയോതെറാപ്പി ചെയ്തിട്ട് വേണം നമുക്ക് കൂടുതൽ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഒരു പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു 4-5 പേരടങ്ങുന്ന ഒരു ടീം തന്നെയാണ് അല്ലെ മെഡിക്കൽ ടീം എന്ന് പറയുമ്പോഴത്തേക്കും. ഒരാളെ രക്ഷിച്ച് അല്ലെങ്കിൽ ഈ പരിക്ക് പറ്റുന്ന സമയത്ത് ഇവരെല്ലാവരും ഒരേപോലെ പ്രഷറിലാണെന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫിറ്റ്നസ് കോച്ച് ഉണ്ടായിരിക്കും. നമ്മള് ഫിറ്റ്നസ് കോച്ച് നമ്മൾ വെർണർ മാർട്ടിൻസ് യൂറോപ്പിൽ നിന്നാണ് ആള്. ലൈക്ക് ഫിറ്റ്നസ് കോച്ച് എന്ന് പറഞ്ഞാൽ നമ്മളെ വാം ഡൗൺ പ്ലേയേഴ്സിനെ അവരെ ഇൻഡിവിജ്വൽ എബിലിറ്റീസ് ഇൻക്രീസ് ചെയ്യുക, സ്റ്റാമിന ഇൻക്രീസ് ചെയ്യാം, അതെല്ലാം ഫിറ്റ്നസ് കോച്ചാണ്. ആളും നമ്മുടെ ടീമിന്റെ ഒരു മെമ്പറായിട്ട് വരും. ഒരു മാച്ച് നടക്കുന്ന സമയത്ത് ശരിക്കും ഒരു ടീം ഡോക്ടർ ആ ഗ്രൗണ്ടിൽ തന്നെ വേണോ? ഫുൾ ടൈം നമ്മൾ ഉണ്ടാകുമോ? ഇപ്പോൾ 90 മിനിറ്റ്സ് നമ്മൾ ഓൺ ആയിരിക്കുമോ? അതെന്തായാലും ഓഫ്കോഴ്സ് നമ്മൾ ആദ്യം തൊട്ടേ ട്രാവൽ ചെയ്യുന്നതും ഹോട്ടലിൽ നിന്ന് ട്രാവൽ ചെയ്യുന്ന പ്ലേയേഴ്സിൻ്റെ കൂടെ ടീം ബസ്സിലായിരിക്കും. അവിടെ എത്തുന്നു, നമ്മൾ നേരെ നമ്മുടെ ഡ്രസ്സിംഗ് റൂമിൽ അവർക്ക് വേണ്ട ഹെൽപ്പുകളെല്ലാം, ടേപ്പിംഗ് കാര്യങ്ങളുണ്ടാവും, അവർക്ക് വേണ്ട ഹെൽപ്പുകൾ ആസ് എ ടീം നമ്മളെല്ലാവരും കൂടി ചെയ്തു കൊടുക്കും. അതിനുശേഷം ഫ്രം വിസിൽ ടു മാച്ച് എൻഡ് ചെയ്യുന്നവരെ എന്തായാലും ഗ്രൗണ്ടിൽ തന്നെ വേണം. നമ്മളെ കോച്ചും പ്ലേയേഴ്സും എല്ലാവരും ഇരിക്കുന്നത് കാണുന്നുണ്ടാവും നിങ്ങൾ. അതിൻ്റെ സൈഡിൽ തന്നെയാണ് നമ്മളും ഇരിക്കുന്നത്. ഇഞ്ചുറീസ് വരുമ്പോൾ ആക്ഷനിലേക്ക് വരും, ഗ്രൗണ്ടിലേക്ക് പോകും. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഡോക്ടറുടെ ഒരു ഫസ്റ്റ് മാച്ച് അത് ഒന്ന് ഓർത്തെടുക്കാവോ, എന്തായിരുന്നു എന്നുള്ളത്? ഫസ്റ്റ് മാച്ച് എനിക്ക് തോന്നുന്നു ലൈക്ക് 2023-ലാണത്. ലാസ്റ്റ് ഇയറിൽ ഞാൻ ഉണ്ടായിരുന്നു ക്ലബിൻ്റെ കൂടെ. ബാംഗ്ലൂരിനായിട്ടായിരുന്നു അത്. എല്ലാവരും ലൈക്ക് അതിൻ്റെ ലാസ്റ്റ് സീസണിൽ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. മാച്ചിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടും ടൂർണമെൻറ്റിന് തന്നെ ഭയങ്കര കുറച്ച് പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ടീമിന്. ബാംഗ്ലൂർ മാച്ചിന് ശേഷം ഒരു വിവാദങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം വരുന്ന മാച്ചായിരുന്നു അത് ബാംഗ്ലൂരിനായിട്ടുള്ള. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ടീം പ്രിപ്പയർഡ് ആയിരുന്നു, ജയിക്കണം എന്നുള്ള അത്രയും വാശിയിൽ തന്നെയായിരുന്നു. നമുക്കെല്ലാം ഫസ്റ്റാണിത്. നമ്മൾ ഡ്രസ്സ് റൂമിൽ ചെല്ലുന്നു, ഇതൊക്കെ കാണുന്നു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ ഒരു വാശിയും കൂടി മനസ്സിലുണ്ടായിരുന്നു. നമ്മൾ TV കാണുന്ന അതേ വാശി തന്നെയായിരുന്നു. പക്ഷെ നമുക്ക് ഈ ടണലിലൂടെ വരുന്നൊരു എൻട്രി ഉണ്ട്. നമുക്ക് പ്ലേയേഴ്സ് നമ്മളെ വാമപ്പിന് ഇറങ്ങുന്ന സമയത്ത് വേറെ ഇപ്പോൾ ഒരുവിധ എല്ലാ സ്റ്റേഡിയത്തിലും ഞാൻ പോയിട്ടുണ്ട്. ഇറങ്ങുമ്പോൾ പ്ലേയേഴ്സിനെ അവർ ചീർ ചെയ്യും. പക്ഷെ നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മളെ സ്റ്റേഡിയത്തിൽ അന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഫുള്ളി പാക്ക്ഡ് സ്റ്റേഡിയമാണ്. ബാംഗ്ലൂർ മാച്ചാണ്, ഓപ്പണിംഗ് മാച്ചാണ്, ഫസ്റ്റ് മാച്ചാണ്, ലാസ്റ്റ് സീസണിലെ വിവാദങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഫുള്ളി പാക്ക്ഡ് സ്റ്റേഡിയം ആയിരുന്നു. അതിൻ്റെ കപ്പാസിറ്റിയിൽ എല്ലാവരും ഉള്ള സ്റ്റേഡിയം ആയിരുന്നു. അത്രയും നോയ്സ് ആയിരുന്നു. ഒരു പൂരപ്പറമ്പ് പോലെ തന്നെ ആയിരുന്നു. നമ്മളത് കയറുന്ന സമയത്ത് രോമാഞ്ചം എന്നാണ് പറയേണ്ടത്, എന്താണെന്ന് പറഞ്ഞൂടാ, ആ ഒരു ഫീലായിരുന്നു. എനിക്കത് ഫസ്റ്റ് ആണല്ലോ, പിന്നെ അത് ഓക്കെ വന്നു. പക്ഷെ എനിക്കത് ഫസ്റ്റ് ആണ്. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, മറക്കാൻ പറ്റാത്ത ആ ഒരു എൻട്രി, ഫസ്റ്റ് എൻട്രി എന്നുള്ളത്. മാച്ച് ജയിക്കും കൂടി ചെയ്തപ്പോഴത്തേനും അത് ഡബിൾ സന്തോഷമായി. എനിക്ക് തോന്നുന്നു 2-1 ജയിച്ചു. അത് ഭയങ്കര സന്തോഷമായ കാര്യം. ബാംഗ്ലൂരിനെ നമുക്ക് ആ ഒരു വാശി ഉണ്ടായിരുന്നു, അന്ന് എല്ലാവർക്കും ജയിക്കണം എന്നുള്ള വാശി ഉണ്ടായിരുന്നു. അപ്പോൾ അത് അതേപോലെ നടക്കം കൂടി ചെയ്തപ്പോൾ ടീം മൊത്തത്തിൽ ഹാപ്പിയായി. സീസൺ നല്ല രീതിക്ക് അന്ന് തുടങ്ങാനും പറ്റി. ഹാപ്പിയായി. ഫസ്റ്റ് മാച്ച് എപ്പോഴും നല്ല മെമ്മറിനെ ആയിരുന്നു അത്. സാധാരണ ഒരുപാട് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, ഫുട്ബോളിലാണ് ഏറ്റവും കൂടുതൽ ഇഞ്ചുറീസ് ഉണ്ടാകുക എന്നുള്ളത്. കൂടുതൽ ഇഞ്ചുറീസ് വരുന്ന ഒരു ഗെയിമാണ് ഫുട്ബോൾ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ കുറേ അച്ഛനും അമ്മയൊക്കെ ഫുട്ബോൾ എന്ന് പറയുമ്പോഴത്തേക്കും വേണ്ട മോനെ എന്ന് പറയുന്നതിൻ്റെ ഉള്ള ഒരു റീസൺ അതാണ്. ഈ ഇഞ്ചുറീസ് കുറയ്ക്കാനായിട്ട് എന്തെങ്കിലും പ്രിക്കോഷൻ ടിപ്സ് ഉണ്ടോ? നമ്മൾ നാട്ടിൽ കളിക്കുന്ന പോലെ അല്ല ഒരു പ്രൊഫഷണൽ ഇത് വരുമ്പോൾ, അതാണ് അവരുടെ വ്യത്യാസം. സ്കില്ലുകൾ അതേപോലെ അല്ല, അതേപോലെ കഴിവുള്ള ആളുകളും നാട്ടിലുണ്ട്, കളിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ഒരു പ്രൊഫഷണലിസത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഡയറ്റ് കാര്യങ്ങളുണ്ട്. അതേപോലെ നമുക്ക് ഇഞ്ചുറി മിനിമൈസ് ചെയ്യാൻ, ഇഞ്ചുറി തടയാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സൈഡിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഡയറ്റ് കീപ്പ് ചെയ്യാം, മസിലിനെ ഹെൽത്തി ആയി വെക്കാം, ഹൈഡ്രേറ്റ് ചെയ്യണം, നല്ല രീതിക്ക് ഹൈഡ്രേറ്റഡ് ആയിരിക്കണം. അതേപോലെ ഒരു ഇഞ്ചുറി പ്രോൺ ആണെന്നുണ്ടെങ്കിൽ അത് മുൻകൂട്ടി കണ്ട് അതിനനുസരിച്ചുള്ള പ്രിക്കോഷൻസ്, ടേപ്പിംഗ് കാര്യങ്ങൾ ചെയ്ത് അത് തടയുക. അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. പിന്നെ ഫുട്ബോളാണ്, കോണ്ടാക്ട് സ്പോർട്ടാണ്. ഇപ്പോൾ ഫ്രഷ് ഇഞ്ചുറി ആയിരിക്കും അധികം വരുന്നത്. വന്ന ഇഞ്ചുറി നമുക്ക് ടേപ്പ് ചെയ്തിട്ടാണെങ്കിലും അല്ലെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തി നമ്മൾ റിഹാബ് ചെയ്ത് മാറ്റിയിട്ടുണ്ടാവും.
അത് പിന്നെയും വരാൻ പ്രോണാണ് എങ്കിലും ഈ പറഞ്ഞ പോലെ ഫ്രഷ് ഇഞ്ചുറീസ് അധികം വരാൻ ചാൻസ് ഉണ്ട്. സോ അല്ലേ ഇപ്പൊ എന്തെങ്കിലും റുട്ടീൻ ഉണ്ടോ, ഇപ്പൊ പ്ലേയേഴ്സ് ഫോളോ ചെയ്യുന്ന ഫിറ്റ്നസ് റുട്ടീൻ കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഫിറ്റ്നസ് റൂട്ടീൻ എന്ന് പറഞ്ഞാൽ മെയിൻലി ഡയറ്റാണ്. അവർ നമ്മൾ കഴിക്കുന്ന പോലെ അനാവശ്യമായ കാര്യങ്ങളെല്ലാം കഴിക്കാതെ അവർക്ക് വേണ്ട സംഭവങ്ങൾ, ആവശ്യമുള്ള സാധനങ്ങൾ അതെല്ലാം കഴിക്കുക, ഹൈഡ്രേറ്റ് ചെയ്യുക. പിന്നെ ജിം നല്ലൊരു പാർട്ടാണ്. അവർ ഏത് പാർട്ടാണ് വീക്കായി തോന്നുന്നത് അത് അവർ ഇൻഡിവിജ്വൽ ജിം ചെയ്തിട്ടാണെങ്കിലും അല്ലെങ്കിൽ ടീം ജിം ചെയ്തിട്ടാണെങ്കിലും അത് ഒന്നും കൂടി ബൂസ്റ്റപ്പ് ചെയ്യും. മസിൽസ് കാര്യങ്ങളെല്ലാം സ്ട്രോങ് ആക്കി വെക്കുക. പിന്നെ മെയിൻലി സ്റ്റാമിന. ഇപ്പോൾ നമ്മുടെ സെവൻസ്, ഇപ്പോൾ മലപ്പുറത്താണെങ്കിലും ഇവിടെ സെവൻത്ത് കളിക്കുന്ന പ്ലേയേഴ്സ് എല്ലാം നല്ല രീതിക്ക് കളിക്കുന്ന പ്ലേയേഴ്സ് ഉണ്ട്. പക്ഷേ അതൊരു 90 മിനിറ്റ്സ് ഗെയിമിലേക്ക് വരുമ്പോൾ 90 മിനിറ്റ്സ് എങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റും, ഇപ്പോൾ എക്സ്ട്രാ ടൈം വന്നിട്ട് 120 മിനിറ്റ്സ് എങ്ങനെ ചെയ്യാൻ പറ്റും, അതാണ് ഒരു പ്രൊഫഷണൽ പ്ലെയറിനെയും നമ്മൾ ഒരു സാധാ പ്ലെയറിനെയും മാറ്റുന്നത്. അപ്പോൾ പ്ലേയേഴ്സ് ആണെങ്കിൽ പോലും അവരെടുക്കുന്ന ഒരു ഡെഡിക്കേഷൻ എല്ലാം മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്, ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ നേരിട്ട് കാണുമ്പോൾ ഭയങ്കരമായിട്ട് അവർ ഡെഡിക്കേറ്റഡ് ആണ് ഒരു ഗെയിമിന് വേണ്ടിയിട്ട്. ലൈക്ക് അവരുടെ ജോലിയാണത്, പ്രൊഫഷനാണ്. അപ്പോൾ ഒരു എക്സിസ്റ്റൻസ് ആണ്. അവർ അതിൻ്റെതായ ഡയറ്റും കാര്യങ്ങളും എടുത്താൽ മാത്രമേ ഒരു നിലനിൽപ്പ് അല്ലെങ്കിൽ ഒരു സ്ഥാനം അവർക്ക് കിട്ടത്തുള്ളൂ. സോ ഭയങ്കര കോമ്പറ്റീറ്റീവ് ആണ് പ്രൊഫഷണൽ ഫുട്ബോൾ. ഇന്ത്യയിലാണെങ്കിലും എവിടെയാണെങ്കിലും അതെ, ആ ഒരു കീപ്പ് ചെയ്ത് പോകണം ഡയറ്റും കാര്യങ്ങളും എന്താണെങ്കിലും. പിന്നെ ഇപ്പോൾ എല്ലാ ഫുഡും കഴിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു, അതുപോലെ എല്ലാ വെള്ളവും കുടിക്കാൻ പറ്റില്ല. പിന്നെ ചില പ്രിവെൻറ്റീവായിട്ട് നമ്മൾ തന്നെ നോക്കേണ്ട കാര്യങ്ങളുണ്ടല്ലോ, ഇപ്പോൾ മദ്യപാനം, അങ്ങനെയുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗം, ഇതൊന്നും നമുക്ക് പാടില്ല. അങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങളില്ലേ, ഉപയോഗിക്കാൻ പാടില്ലാത്ത, പ്ലേയേഴ്സ് ഉപയോഗിക്കാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളില്ലേ? ഉണ്ട്, അങ്ങനെ ഓഫ് കോഴ്സ് ഉണ്ട്. നമുക്കൊരു ലിസ്റ്റ് തന്നെ ഉണ്ട്. മെഡിസിൻസ് ആണെങ്കിൽ പോലും ചില മെഡിസിൻസ് അവർ ഉപയോഗിക്കാൻ പാടില്ല. അതെല്ലാം ഇപ്പോൾ നമ്മൾ പറഞ്ഞു കേട്ടോ, ഉത്തേജകം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. അതിൽ പെടുന്ന കുറച്ച് സംഭവങ്ങളുണ്ട്. മാച്ച് വെക്കേഷനിൽ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഫോറിൻ കൺട്രീസിലാണ് നമ്മൾ മാച്ചസ് കാണുന്നവരുണ്ട്, എല്ലാം കാണുന്നുണ്ട്. പ്രീമിയർ ലീഗിലാണെങ്കിലും ആൽക്കഹോൾ യൂസ് ചെയ്യുന്നവരുണ്ട്, യൂസ് ചെയ്യാത്തവരുണ്ട്. അത് പക്ഷേ അതെല്ലാം ഓഫ് സീസൺ, അതാണ് മെയിൻലി ബെറ്റർ. അതാണ് ലൈക്ക് നമുക്ക് കുറച്ചുകൂടിയും ഹെൽത്തി ആയി വരുന്നത് അതാണ്. നമ്മൾ ഇന്ത്യയിൽ അങ്ങനെ ചെയ്യാറില്ല അധികം. എല്ലാവരും ഓറിയൻറ്റഡ് ആണ്, ലൈക്ക് ഫോക്കസ്ഡ് ആണ്. അവരുടെ ഗോളിലേക്കും കാര്യങ്ങളിലേക്കും ഫോക്കസ്ഡ് ആണ്. ഇത്രയും കോമ്പറ്റേറ്റീവ് ആണ്. അപ്പോൾ ഒരു ഇന്ത്യൻ അവരെ മെയിൻ ലക്ഷ്യം എല്ലാവരും ഇതെന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി കളിക്കുക, ഇന്ത്യ കളിക്കുക എന്നുള്ളതാണ്, ഇന്ത്യൻ ടീമിന് വേണ്ടി കളിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യൻ ടീമിൻ്റെ ഒരു മാച്ച് വരുമ്പോൾ ആ സ്ക്വാഡിൽ വരുന്നത് 20 പ്ലേയേഴ്സ് അല്ലെങ്കിൽ 21 പ്ലേയേഴ്സ്. അപ്പോൾ ഈ ഓൾ ഇന്ത്യ ഇത്രയും ആളുകളുടെ ഇടയിൽ നിന്ന് ആ 21 പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും കോമ്പറ്റേറ്റീവ് ആണ്. അപ്പോൾ അവരെ ഫോം ആണെങ്കിലും അതൊക്കെ വരണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും നോക്കിയാലേ നടക്കൂ. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് എല്ലാവരും ഓറിയന്റഡ് ആണ്. അപ്പൊ അതും കോമ്പറ്റീറ്റീവ് ആണെന്നുള്ളതാണ് പറയുന്നത്. അതിൽ പോലും എന്തൊക്കെ നമുക്ക് എന്തൊക്കെ ത്യജിക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റും, പല കാര്യങ്ങളും നമുക്ക് ഇതിനു വേണ്ടി ഒഴിവാക്കേണ്ടി വരും. അവരെടുക്കുന്ന ഡെഡിക്കേഷൻ അത് എത്ര പറഞ്ഞാലും അത്രയ്ക്കും ഡെഡിക്കേറ്റഡ് ആണ് അവർ. നമ്മൾ നേരിട്ട് കാണുമ്പോൾ നമുക്ക് അറിയാം. കളിയാണ് ലഹരി, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഗോൾ അടിക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഫോക്കസ് എന്നുള്ളത് അല്ലേ. അതുപോലെ ഉറക്കം ഇതേപോലെ മാച്ച് ഡേ -1 അല്ലെങ്കിൽ മെയിൻലി ട്രെയിനിങ്സ് നടക്കുമ്പോഴാണെങ്കിൽ പോലും കറക്റ്റ് അളവിൽ ഉറക്കം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മസിൽസിന് റെസ്റ്റ് കിട്ടൂല. പറഞ്ഞ പോലെ വേറെ പല പരിപാടികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് നൈറ്റ് ഉറക്കം കിട്ടണമെന്നില്ല. അപ്പോൾ ഉറക്കൊഴിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ പിറ്റേ ദിവസം ട്രെയിനിങ്ങിൽ വരുന്ന സമയത്ത് ആൾക്ക് ഫുള്ളായി ചിലപ്പോൾ പെർഫോം ചെയ്യാൻ പറ്റണമെന്നില്ല. അവരെ കഴിവിനനുസരിച്ച്, കാരണം മസിൽസ് വീക്കായിരിക്കും, മസിൽസിന് റെസ്റ്റ് കിട്ടിയിട്ടില്ല. ഇത്രയും നമ്മളെ പോലെ അല്ല, നമ്മൾ നടക്കുന്ന പോലെ ഓടുന്ന പോലെ അല്ല, അവർ അത്രയും ഹാർഡ് ട്രെയിൻ ചെയ്യണം. അത്രയും ആളുകളുടെ ഇടയിൽ ഹാർഡായി ട്രെയിൻ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് മസിൽസിന് സ്ട്രെങ്ത് വേണം. അപ്പോൾ അത്രയും മസിൽസ് വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ മസിൽസിന് അത്രയും റെസ്റ്റും വേണം. ആ റെസ്റ്റ് കൊടുത്തില്ല എന്നുണ്ടെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാണ്, പ്രശ്നങ്ങൾ വരും. അതെല്ലാം ഗെയിമിൽ അഫക്റ്റ് ചെയ്യും, നമുക്ക് കാണാനായിട്ട് പറ്റും. എന്തായാലും അത് ബാധിക്കും. ഉറക്കം അതുപോലെ ഈ ഫുഡിനെ പോലെ തന്നെ ഉറക്കവും ഭയങ്കര ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. ഫുഡ്, വാട്ടർ, അതുപോലെ സ്ലീപ്പ്, അതും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അത്. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര ഒരു വികാരമുണ്ട്. അത് നമ്മുടെ മാത്രം വികാരമല്ല, ലോകത്ത് മുഴുവനും ഈ ഒരു വികാരം ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ശരിക്കും നമ്മുടെ ടീമിൻ്റെ ഒരു പ്ലസ് പോയിന്റ്സ് എന്തൊക്കെയാണ്? മറ്റു ടീമിനെ അപേക്ഷിച്ച് മൊത്തത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC എന്ന് പറയുമ്പോഴത്തേക്കും അവരുടേതായിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ഉണ്ട്, ബോണസുകളുണ്ട്. അതെന്തൊക്കെയാണ്? നമുക്ക് മെയിൻലി അഡ്വാൻറ്റേജ് നമ്മുടെ സ്റ്റേഡിയം തന്നെയാണ്. ലൈക്ക് ആ സ്റ്റേഡിയത്തിൽ നമ്മൾ കളിക്കുമ്പോൾ നമുക്കൊരിക്കലും തോറ്റു കൊടുക്കാൻ തോന്നുന്നില്ല. ഏത് പ്ലേയേഴ്സിനാണെങ്കിലും കോച്ചസിനാണെങ്കിലും അത്രയും ആ ഒരു വികാരത്തോടെ തന്നെ എല്ലാവരും കളിക്കുക. നമ്മൾ അത് ഫാൻസ് അറിയാലോ, മഞ്ഞപ്പട അതേപോലെ ബ്ലാസ്റ്റേഴ്സ് ആർമി ഫാൻസ്, അവരുടെ സപ്പോർട്ടും പറഞ്ഞറിയിക്കാൻ പറ്റാത്തിലധികം സപ്പോർട്ടാണ് അവർ തരുന്നുള്ളത്. അവർ ഭയങ്കര ലോയലാണ്, ഒരുപാട് ലോയൽ ഫാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പുറത്തൊക്കെ മാച്ചസിന് പോകുകയാണെങ്കിൽ പോലും ഇപ്പോൾ അവർ കേരളത്തിൽ കളിക്കാൻ വരുന്ന സമയത്ത് അവർ എവേ മാച്ചാണ്. അവരുടെ ഫാൻസ് എന്ന് പറഞ്ഞാൽ ഒരു മൂലയ്ക്ക് കുറച്ച് പേരുണ്ടാവുക. നമ്മൾ ബാംഗ്ലൂർ പോവുകയാണെങ്കിലും സൗത്ത് ഇന്ത്യ, ചെന്നൈ, ബാംഗ്ലൂർ, എല്ലാ നോർത്ത് ഇന്ത്യയിൽ എവിടെ പോവുകയാണെങ്കിൽ പോലും അവിടെ മഞ്ഞപ്പടയുടെ പ്രസൻസ് അല്ലെങ്കിൽ നമ്മുടെ ഫാൻസിൻ്റെ പ്രസൻസ് അവിടെ ഉണ്ടായിരിക്കും. ചില സ്റ്റേഡിയങ്ങളിൽ പോകുമ്പോൾ അത് നമ്മുടെ ഹോമാണെന്ന് നമുക്ക് തോന്നിപ്പോവും.
ലൈക്ക് ഈ മലയാളികൾ എവിടെ എല്ലായിടത്തും ഉണ്ടാവും എന്ന് പറയുന്ന പോലെ അത് നമ്മുടെ ഹോമാണെന്ന് വരെ നമുക്ക് തോന്നിപ്പോകും. ലൈക്ക് ആ ഒരു സപ്പോർട്ട് അവിടെ കളിക്കുമ്പോഴും ഒരു എവേ മാച്ച് കളിക്കാൻ പറഞ്ഞാൽ എളുപ്പമല്ല പ്ലേയേഴ്സിന്. നമ്മൾ ട്രാവൽ ചെയ്ത ക്ഷീണം കാര്യങ്ങൾ അതൊരു ഇതുണ്ടാവും. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളെ ഹോമല്ല, അവരെ ഹോമാണ്, അവർ സ്ഥിരം പ്രാക്ടീസ് ചെയ്യുന്ന ഗ്രൗണ്ട് ആയിരിക്കും. അപ്പോൾ അതെല്ലാം നമുക്ക് എഗെയിൻസ്റ്റ് ആണ്. പക്ഷെ അവിടെ നമ്മളെ ഫാൻസിനും കൂടി നമുക്ക് സപ്പോർട്ട് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതൊരു ബൂസ്റ്റപ്പ് ആണ്. അത് ഭയങ്കര ഒരു സപ്പോർട്ടാണത്. തീർച്ചയായിട്ടും. ഈ പറയുന്ന കുറേ ഇഷ്യൂസ് ഉണ്ടല്ലോ, മാനേജ്മെൻറ്റും അതുപോലെ ഫാൻസും ആയിട്ടുള്ള ഇഷ്യൂസ്, അതുപോലെ കുറേ ഇഷ്യൂസ് നമ്മളിപ്പോൾ ന്യൂസിലൂടെയും ഒക്കെ അറിയുന്നുണ്ട്. അപ്പോൾ ഈ ഗ്രൗണ്ടിൽ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് ഈ പ്രഷർ ഒരു പിന്നെ ഘടകമല്ലേ? അത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്ലെയറും തോൽക്കാൻ വേണ്ടി കളിക്കില്ല, ഒരു പ്ലെയറും തോൽക്കാൻ വേണ്ടി കളിക്കില്ല. എനിക്ക് നമ്മുടെ ടീമിലാണെങ്കിലും ഏത് ടീമിലാണെങ്കിലും ഒരു ടീമും തോൽക്കാൻ വേണ്ടി കളിക്കുന്നവരില്ല. അപ്പോൾ പ്ലേയേഴ്സ് അവരെ മാക്സിമം എഫേർട്ട് എടുത്തിട്ട് കളിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ റെസ്പോൺസൊക്കെ കാണുമ്പോൾ അവർക്കും പറഞ്ഞ പോലെ പ്രഷറാണെങ്കിലും സങ്കടമാണെങ്കിലും ഒരു മാച്ച് കഴിഞ്ഞിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഫേസാണ് ഇപ്പോൾ കുറച്ച് കഴിഞ്ഞ് പോയത്. പക്ഷെ എല്ലാം സോൾവ് ആയി വരുന്നുണ്ട്, എല്ലാം ഉഷാറായി വരുന്നുണ്ട്, കാര്യങ്ങളെല്ലാം അടിപൊളിയായി വരുന്നുണ്ട്, നടക്കും. പക്ഷെ ഒരു ഫാക്റ്റാണത്, ഭയങ്കര സങ്കടമാവുന്നുള്ള കാര്യം ഫാക്റ്റാണ്. നമ്മൾ കാരണം പ്ലെയർ 90 മിനിറ്റ്സും അവർ ഫുൾ എഫേർട്ട് ഇട്ടാണ് കളിക്കുന്നത്. അവർ ഫുൾ എഫേർട്ട് ഇട്ട് ജയിക്കണം എന്ന് പറഞ്ഞാൽ കളിക്കുന്നത്. ഫുട്ബോളാണ്, ഒരു ടീം ജയിക്കും ഒരു ടീം തോക്കും. മാക്സിമം എഫേർട്ട് ഇട്ട് പ്ലെയേഴ്സ് കളിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കത് ടഫാണത്. ശരിക്കും ഇനിയും അടിപൊളിയാവണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വേണമെന്ന് തോന്നിയിട്ടുണ്ടോ? ഒരു ടീം ഡോക്ടർ എന്ന നിലയിലല്ല, ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ പ്രേമി എന്ന നിലയിൽ ഒരു എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നമുക്ക് അടിപൊളിയാവണമെങ്കിൽ? കുറച്ചുകൂടെ അടിപൊളിയാണ് അല്ല, അടിപൊളിയാണ്, ഓക്കെ ആണ്. അത് ഓരോ സീസണും ഓരോ ടഫ് ഫേസ് ആണ്. അത് കഴിഞ്ഞത് റെഡി ആവും. ഒരു മോശം സമയം കഴിഞ്ഞ് നല്ല സമയം വരുന്നല്ലേ. നമുക്ക് അങ്ങനെ ഒരു സജഷൻ അല്ലേ, ഓക്കെയാണ്. എല്ലാ ടീം എല്ലാവരും അടിപൊളി തന്നെയാണ്. കോച്ചസ് ആണെങ്കിലും എല്ലാം നല്ല കോച്ചസ് ആണ്. നമുക്ക് പുറത്തുനിന്ന് കാണുമ്പോഴത്തേക്കും നമുക്ക് തോന്നാറുണ്ട് കുറച്ചുകൂടെ ഒക്കെ ഒന്ന് സെറ്റ് ആവണം, കുറച്ചുകൂടെ ഒന്ന് അടിപൊളിയാവണം. ഇപ്പോൾ മാച്ചസ് കാണുമ്പോഴത്തേക്കും നല്ല പ്ലേയേഴ്സ് നമുക്കുണ്ട്, അതേപോലെ അവരനുഭവിക്കുന്ന പ്രഷറും കാര്യങ്ങളും നമുക്കറിയാം. ഓരോ സമയത്തും അവർക്കുള്ള അഡ്വാൻറ്റേജ് ആണ് ഈ മഞ്ഞപ്പട എന്ന് പറഞ്ഞിട്ട് ഏത് ഘട്ടത്തിലും കൂടെ നിൽക്കുന്നത്. ഇപ്പോൾ ഈ സീസണിലാണെങ്കിലും നമ്മൾ കഴിഞ്ഞത് പ്ലേ ഓഫിലും നമുക്ക് സാധ്യതയില്ലാതെ പുറത്തായ സമയത്ത് പിന്നെ നെക്സ്റ്റ് സീസൺ ബ്ലാസ്റ്റേഴ്സ് ലവ് യു എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് കമൻസ് വരുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് ഒരു സങ്കടമാണ് അല്ലേ, നമുക്കൊരു ഇമോഷൻ ആയതുകൊണ്ടാവണം. മോർ ദൻ എ മാച്ച് നമുക്ക് എല്ലാവർക്കും ഒരു ഫീലിംഗ് ആണ്. അതാണ് ഇപ്പോൾ 10ാമത്തെ സീസണാണ് ഇപ്പോൾ കഴിഞ്ഞത്. അപ്പോൾ നമുക്കൊരു കപ്പില്ല, അതെല്ലാം ഫാക്റ്റാണ്. ഫാൻസിനാണെങ്കിലും സങ്കടമാണ്, അതുപോലെ തന്നെ പ്ലേയേഴ്സിനും സങ്കടം തന്നെയാണ്. അവരെ കഴിവ് മാക്സിമം ചെയ്യുന്നുണ്ട്. ഒരു ദിവസം ഈ പറയുന്ന എല്ലാം മാറും. നമ്മൾ ആ ഒരു കപ്പിൽ നമ്മൾ എന്തായാലും എത്തും. ഇപ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ ചിലപ്പോൾ തിരിയാം, ജയിക്കാം, തോക്കാം. പക്ഷെ നമ്മൾ കളിച്ച കളികളെല്ലാം അത്യാവശ്യം നന്നായി കളിച്ചിട്ടുണ്ട്. ചില കളികളൊക്കെ അത് പെർഫോമൻസും കാര്യങ്ങളും കോർഡിനേഷനും കാര്യങ്ങളും വരുന്നതാണ്. പക്ഷെ അത്യാവശ്യം എല്ലാ മാച്ചസും നന്നായിട്ട് തന്നെ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ കുറച്ചൊക്കെ ഒരു ഭാഗ്യത്തിൻ്റെ ഒരു ലക്കിൻ്റെ കാര്യങ്ങൾ കൂടി ഉണ്ട്. നമുക്കത് ഭയങ്കര, എനിക്ക് പേഴ്സണലി ഈ 2 കൊല്ലത്തിൽ ഫീൽ ചെയ്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഭയങ്കര കുറവാണെന്നാണ്. നമ്മൾ ജയിക്കേണ്ട പല കളികളും ഈ സീസണിൽ പല കാരണങ്ങൾ കൊണ്ടും നമ്മൾ തോറ്റിട്ടുണ്ട്. നമ്മുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് നമ്മൾ പല കളികളും തോറ്റിട്ടുണ്ട്. നമ്മൾ ജയിക്കേണ്ട കളികൾ, അതായത് ജയിക്കാനുള്ള ആ ഒരു രീതിക്കുള്ള കളി നമ്മൾ കളിച്ചിട്ടുണ്ട്. എന്നാൽ പോലും അത് റിസൾട്ടിൻ്റെ രീതിക്ക് വരുമ്പോൾ നമുക്കത് അനുകൂലമല്ലാത്ത രീതിക്കാണ് വരുന്നത്. അപ്പോൾ നമ്മളത് അല്ലാത്ത കുറേ കാരണങ്ങളും അതിൽ വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ കേൾക്കുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ ഒരു ഫീലിംഗ് കൂടുതൽ വരുന്നത്. അത് മാച്ചസ് കാണുമ്പോൾ ഒരു ആളുകൾക്ക് അറിയാം, പല മാച്ചസും നമ്മൾ അത്രയും നന്നായി കളിച്ചിട്ട് പോലും ഞാൻ പറഞ്ഞില്ലേ കുറച്ച് കാരണങ്ങളുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ KP രാഹുലിൻ്റെ ഒരു റീല് കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ കണ്ടതാണ്. അപ്പോൾ അദ്ദേഹം ഒഡീഷയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് പിന്നെ ഗ്രൗണ്ടിലുള്ള സമയത്ത് ആളുടെ ആ ഒരു വികാരം ഫുൾ ആ ഒരു ടീമിന് വേണ്ടിയിട്ടാണ്. ആദ്യം കളിച്ച ടീമാണ്, പിന്നെ എൻ്റെ ടീമാണെന്നുള്ളൊരു പിന്നെ തോട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ശരിക്കും ചിയർ ചെയ്യുകയാണ്. അവർക്കൊരു പിന്നെ ഒരു ഡ്രോബാക്ക് വരുന്ന സമയത്ത് എനിക്ക് വിഷമം വരാറുണ്ട്, ഞാൻ സെൻറ്റിമെൻ്റൽ ആവാറുണ്ടെന്ന് പറഞ്ഞൊരു റീല് ഞാനിങ്ങനെ കണ്ടു. അപ്പം മൊത്തത്തിലൊരു പിന്നെ ഇമോഷൻ ആണെന്നുള്ളതാണ്. എൻ്റെ അടുത്ത സുഹൃത്ത് രാഹുൽ എന്ന് പറഞ്ഞ എൻ്റെ അടുത്ത സുഹൃത്താണ്. അവൻ ISL വന്നപ്പോൾ തൊട്ടിട്ട് ബ്ലാസ്റ്റേഴ്സിലുണ്ടായിരുന്നു. ഇപ്പോഴാണ് പോകുന്നത്. പറഞ്ഞ പോലെ തന്നെ നല്ല സങ്കടം ഉണ്ടായിരുന്നു അവന് പോകുന്ന സമയത്താണ്. പക്ഷെ ഇതൊരു പ്രൊഫഷനാണ്. ലൈക്ക് അത് തിരിഞ്ഞു വരും. പ്രൊഫഷണൽ ക്ലബ്ബിൽ ഒരിക്കലും നമുക്ക് ഒരേ ക്ലബ്ബിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ടഫാണ്. പക്ഷെ അവന് അവിടെ കളിച്ചേ പറ്റൂ. നമുക്ക് ഒരേ ക്ലബ്ബിൽ അങ്ങനെ നിന്ന് പോകാൻ പറ്റണമെന്നില്ലല്ലോ. അവിടെ പോയപ്പോൾ നല്ല കളി കളിക്കുന്നുണ്ട്. അവന് മാക്സിമം അവൻ്റെ അടിപൊളിയായിട്ട് അവൻ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഉഷാറാണ്.
അതാണ്. പിന്നെ എനിക്കൊരു സംശയമാണ്, ചോദിക്കാൻ പറ്റുമോ അത് തെറ്റാണോ എന്നൊന്നും എനിക്കറിയില്ല. ഇപ്പോൾ ഈ KP രാഹുലിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ്, ഇപ്പോൾ നമുക്ക് അങ്ങനെ പല പ്ലേയേഴ്സും ഉണ്ട് പല ടീമിലായിട്ട്. ഇപ്പോൾ പ്രൊഫഷണൽ ക്ലബ്ബ് ആയതുകൊണ്ട് പല ടീം മാറി മറിയാം എന്നും പറഞ്ഞു. നമുക്ക് ഈ മലയാളി ടീംസിനെല്ലാം അല്ലെങ്കിൽ നമ്മുടെ ചെക്കന്മാരെ എല്ലാം കൂടെ ഒരു ടീമിലിട്ടിട്ട് നമുക്കൊരു കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിക്കൂടെ? അത് പറ്റില്ലേ? എന്താണ്? പറ്റാത്തതിന്റെ കേസല്ല അത് ഈ പറഞ്ഞതുപോലെ പ്ലേയേഴ്സിന്റെ അവൈലബിലിറ്റി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്ലേയേഴ്സിന് നമ്മൾ കോൺട്രാക്ട് ആണ് വെക്കുന്നത്. ആ കോൺട്രാക്ട് എല്ലാം പ്ലേയേഴ്സിനും ഓക്കെ ആവണം. വരുന്ന പ്ലേയേഴ്സ് എല്ലാം കൂടിയിട്ട് ഓരോ പൊസിഷൻസ് വരുന്നുണ്ട്. ഓരോ പൊസിഷനും എല്ലാ പൊസിഷനും ആളുകൾ അത്രയും ടോപ്പ് ആളുകൾ വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ ഒരു ടീംസിക്ക് വരുമ്പോൾ എല്ലാവരും മലയാളി വെച്ച് കഴിഞ്ഞാൽ ടീം ഉണ്ടാവുമായിരിക്കും. ബട്ട് അത്രയും ഒരു ബാലൻസ്ഡ് ടീം ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് കുറച്ച് ടൈം എടുക്കും. നടക്കാതിരിക്കൊന്നുമില്ല. നടന്ന ഇപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമാണത് അങ്ങനെ കാണാൻ. നമുക്ക് അത്രയും ആവേശമായിരിക്കും, നമ്മുടെ പിള്ളേർ എല്ലാവരും അങ്ങനെ കളിക്കുന്ന ആവേശമായിരിക്കും. പക്ഷെ അതെന്തായാലും ടൈം എടുക്കും. അങ്ങനെ ഒരു ടീം സെറ്റ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ടൈം എടുക്കും. ഭാവിയിൽ അങ്ങനെ വരട്ടെ സെറ്റാണ്. പക്ഷെ നമുക്ക് ഇങ്ങനെ ഒരു, എന്റെ മനസ്സിൽ അത് ഇങ്ങനെ ഒരു ചോദ്യമാണ്, എല്ലാ പൊസിഷനിക്കും നമുക്ക് അത്രയും ടോപ്പ് പ്ലേയേഴ്സ് അല്ലേ നമ്മൾ എപ്പോഴും പ്രൊഫഷണൽ ചൂസ് ചെയ്യുന്ന ഒരു ക്ലബ്ബ് ആണെങ്കിൽ പോലും. അപ്പോൾ ആ ഒരു സംഭവമാണ് കോൺട്രാക്റ്റും കാര്യങ്ങൾ കൊടുക്കലും. അപ്പോൾ എല്ലാവരും കൂടി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതേപോലെ കോച്ച് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മൾ വരുന്ന കോച്ചിന് ഒരു പ്ലേയിങ് സ്റ്റൈൽ ഉണ്ടാവും. ആ പ്ലേയിങ് സ്റ്റൈലിൽ ആപ്റ്റായ പ്ലേയേഴ്സ് ആയിരിക്കും കോച്ചിന് വേണ്ടത്. അത് ചിലപ്പോൾ നമ്മളെ പറഞ്ഞ പോലെ നമ്മുടെ സൈഡിൽ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതിനനുസരിച്ച് വേറെ സ്ഥലത്ത് നിന്ന് ആളുകളെ നമുക്ക് ഹയർ ചെയ്യേണ്ടി വരും. അതാണ്. ഇപ്പോൾ ഈ കാര്യം പറഞ്ഞെങ്കിലും നമ്മുടെ ചെക്കന്മാരെല്ലാവരും കൂടെ ഒരു ടീമിൽ വരട്ടെ എന്ന് പറഞ്ഞെങ്കിലും നമ്മൾ ഏറെ സ്നേഹിക്കുന്ന ഒരാളാണ് അഡ്രിയൻ ലൂണ. അപ്പോൾ ലൂണ മലയാളികളുടെ ഒരു വികാരമാണ് ശരിക്കും പറഞ്ഞാൽ. പല സ്ഥലത്തും ഫ്ലെക്സുകളും പോസ്റ്ററുകളും കാണാറുണ്ട് അദ്ദേഹത്തിൻ്റെ. എന്താണ് അദ്ദേഹത്തെക്കുറിച്ച് പറയാനുള്ളത്? ലൂണ കഴിഞ്ഞ വർഷമാണ് ഞാൻ ടീമിൽ കയറുന്നത്. അതിന് കളി കാണുമ്പോൾ തൊട്ട് നമുക്ക് ഓഫ്കോഴ്സ് എല്ലാവരുടെയും പ്രിയപ്പെട്ട പ്ലെയർ തന്നെയാണ് ലൂണ. അത്രയും കഴിവുള്ള പ്ലെയറാണ്. ആള് ക്യാപ്റ്റനാണ് ടീമിൻ്റെ. അത് ഒരു ക്യാപ്റ്റൻ എങ്ങനെ ആയിരിക്കണം, അതൊരു ഡ്രസ്സിംഗ് റൂമിലാണെങ്കിലും ട്രെയിനിങ് സെഷൻസിലാണെങ്കിലും. നമ്മളിപ്പോൾ പ്ലെയേഴ്സ് വളർന്നു വരുന്ന യങ് പ്ലെയേഴ്സ് ഉണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഫസ്റ്റ് സീസൺ കളിക്കുന്നവരുണ്ട്, 2 സീസൺ കളിക്കുന്നവരുണ്ട്. അവരെല്ലാം ബാക്ക് ചെയ്ത് പൊക്കി കൊണ്ടുവരാൻ ഭയങ്കരമായിട്ട് ലൂണ എപ്പോഴും ട്രൈ ചെയ്യും. ഒരാളെ നമ്മൾ കുറ്റപ്പെടുന്നതിലുപരി അവരെ എങ്ങനെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവരാൻ, ഒരു ക്യാപ്റ്റൻ എങ്ങനെ ആയിരിക്കണം, അത്രയ്ക്ക് നല്ലൊരു ക്യാപ്റ്റൻ മെറ്റീരിയൽ തന്നെയാണ് ലൂണ. അതേപോലെ ടീമിലെ മെമ്പേഴ്സിനോടാണെങ്കിലും ഫാൻസിനോടാണെങ്കിലും നമ്മളിതെല്ലാം കാണുന്നതാണ്. ഇപ്പോൾ നമ്മൾ കോച്ചിങ് സ്റ്റാഫ്, നമ്മളെ സ്റ്റാഫുകൾ, എല്ലാവരുടെ അടുത്തുള്ള പെരുമാറ്റമാണെങ്കിലും സച്ച് എ ജെന്റിൽമാൻ. അത്രയും അടിപൊളിയാണ് ആള്. ഫാൻസിൻ്റെ അടുത്താണെങ്കിൽ പോലും ഒരിക്കലും ഒരു മോശം അല്ലെങ്കിൽ ആൾക്കൊരു ലൈക്ക് അഭിനയിക്കുക അങ്ങനത്തെ അവസ്ഥ വരുന്നില്ല. ആള് അത്രയും ഹാപ്പിയാണ്. ഫാൻസിന്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ ഒരാൾ വന്ന് ഫോട്ടോ എടുക്കാൻ പറയുകയാണ്, ആൾക്കതൊക്കെ ഭയങ്കര സന്തോഷമാണ്. അത്രയ്ക്ക് നല്ലൊരു ജെന്റിൽമാൻ ആണ്. ആളൊരു കൂളായിട്ടുള്ള ഒരാളാണെന്നാണ് നമുക്ക് കാണുമ്പോഴും തോന്നുക അല്ലേ? ഈ പറഞ്ഞ പോലെ സഹതാരങ്ങളെയൊക്കെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മൈൻഡാണ് അല്ലേ? അത്രയും വർഷമായി ടീമിൽ. അപ്പോൾ ആൾ ഇവിടെ നിൽക്കണം എന്നുണ്ടെങ്കിൽ സംതിങ് ഹോൾഡ് ഹിം ഹിയർ. ആ ഒരു ബോണ്ടാണ്. ആ ഒരു ബോണ്ട് ഓഫ് കോഴ്സ് ലൂണയ്ക്ക് ഉണ്ട്. നമ്മളെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്തും നമ്മളെ ഫാൻസിന്റെ അടുത്തും ആ ഒരു ബോണ്ട് ലൂണയ്ക്ക് ആൾക്കും ഫാൻസിനുള്ള പോലെ തന്നെ അതേപോലെ തന്നെ ആൾക്കും ആ ഒരു തിരിച്ചും ആ ഒരു കാര്യമുണ്ടല്ലേ, സ്നേഹമുണ്ട്. നമുക്കുള്ളതുപോലെ തന്നെ ആൾക്കും ഉണ്ടെന്നുള്ളതാണ്. നമ്മുടെ ടീമിലെ ട്വിൻസ് ആയിട്ടുള്ള അസറും എയ്മനും വല്ലാത്തൊരു ഫാൻ ഫോളോയിങ്ങും. ഇപ്പം നമ്മൾ ലൂണയെ കുറിച്ച് പറയുന്ന പോലെ തന്നെ അവരെയും നമ്മളിങ്ങനെ കൈവെള്ളയിൽ കൊണ്ട് നടക്കുന്ന 2 പേരാണ്. അപ്പോൾ അവരുമായിട്ടുള്ള ഒരു കണക്ഷൻ, ബോണ്ടിങ് എന്തായാലും ഉണ്ടാവുമല്ലോ. എല്ലാ പ്ലേയേഴ്സിനായിട്ടും ഉണ്ട്. നമ്മൾ ആസ് എ ടീം അടിപൊളിയാണ്. നമ്മുടെ ടീമിൽ എല്ലാവരും അടിപൊളിയാണ്. ഫോറിനേഴ്സ് ആണെങ്കിലും നമ്മളെ ഇന്ത്യൻ പ്ലേയേഴ്സ് ആണെങ്കിലും എല്ലാവരും അത്രയും അടിപൊളിയായിട്ട് തന്നെ എല്ലാവരും അടുത്തും നിൽക്കുന്നത്. പിന്നെ നമ്മൾ മലയാളികളാകുമ്പോൾ മലയാളി പ്ലേയേഴ്സിനോട് അത്രയും അറ്റാച്ച്ഡ് ആണ്, പിള്ളേരുടെ അടുത്ത് അറ്റാച്ച്ഡ് ആണ്. ഐമനും അസറും നമ്മുടെ പിള്ളേരാണ്. എന്താ പറയുക, അവർ ബോൾ ബോയ്സ് ആയിട്ടൊക്കെ നിന്നിട്ടുണ്ട് മുമ്പ്. അപ്പോൾ അവിടുന്ന് തുടങ്ങിയത് അവരുടെ ജേണി. അവിടുന്ന് ഒരേപോലെ അത്ര ആഗ്രഹിച്ച് ഒരേ മനസ്സോടെ ചിന്തിച്ച് പ്രവർത്തിച്ച് ഈ ഒരു പൊസിഷനിൽ എത്തിയ ആളുകൾ, കഷ്ടപ്പെട്ടെത്തിയ ആളുകളാണ്. അപ്പോൾ അത്രയും ഡെഡിക്കേറ്റഡ് ആണ് പ്ലേയേഴ്സ്. 2 പേരും അത്രയും ഡെഡിക്കേറ്റഡ് ആണ്. അവർ 100% സ്പോർട്സിന് കൊടുക്കാൻ അവർ റെഡിയാണ്. അപ്പോൾ ചെറിയ ഡ്രീംസ് അല്ല, വലിയ വലിയ ഡ്രീംസ് ഉള്ള പ്ലേയേഴ്സാണ്. ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തേണ്ട ആളുകളാണ്. അത്രയും കഴിവുകളുള്ള പ്ലേയേഴ്സാണ്. എത്തും. അവരത്രയും ടാലന്റഡ് ആണ് 2 പേരും. തീർച്ചയായിട്ടും എത്തട്ടെ അല്ലേ, നമ്മുടെയൊക്കെ ഒരു ആഗ്രഹമാണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ ഈ നമ്മളൊരു ഗെയിം കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് പോകുന്ന സമയത്തുണ്ടല്ലോ, നമ്മളിപ്പോൾ ടീമിലുള്ള ഒരാളെ പോലെ തന്നെയാണല്ലോ. ഇപ്പോൾ മെഡിക്കൽ ടീം എന്ന് പറഞ്ഞ് നമ്മൾ മാറി പറയുന്നുണ്ടെങ്കിലും നമ്മൾ അവിടെ നിന്ന് കാണുന്നുണ്ട്, കളി കാണുന്നുണ്ട്. അപ്പോൾ തിരിച്ച് നാട്ടിലേക്ക് വരുമ്പോൾ മുൻപ് പറഞ്ഞ പോലെ ഫോട്ടോസൊക്കെ അയച്ചു തരാറുണ്ടെന്ന് പറഞ്ഞ സുഹൃത്തുക്കൾ, അവർ ഉൾപ്പെടുന്ന ആ ഒരു സമൂഹം നമ്മളോട് ചോദിക്കാറുണ്ടോ? അവർ ചിലപ്പോൾ പോയിന്റ്സ് ഒക്കെ പറയില്ല, അങ്ങനെയല്ലായിരുന്നു വേണ്ടത്, ഇങ്ങനെയായിരുന്നു ചെയ്യേണ്ടത്, അവൻ അവിടെ പോയി ഗോൾ അടിച്ചുകൂടായിരുന്നോ, അടുത്തല്ലായിരുന്നോ നിൽക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള കമന്റ്സ് നമ്മൾ കേൾക്കാറുണ്ടല്ലോ. അപ്പോൾ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്? ഡോക്ടർ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്? അതെന്തായാലും കേൾക്കും നമ്മൾ. അത്
ഇവൻ എല്ലാവരുടെ അടുത്തും കേൾക്കും. ഇവൻ എൻ്റെ വീട്ടിലെ അമ്മ പോലും പറയാറുണ്ട്, എന്താണ് അവന്ന് കാണിച്ചത്, അവൻ അങ്ങനെ ചെയ്യായിരുന്നല്ലോ, ഇങ്ങനെ ചെയ്യായിരുന്നല്ലോ. അമ്മ ഇതൊരു ഫുട്ബോൾ കാണാത്ത ഒരാളാണ്. ഇപ്പോൾ ഈ 2 വർഷമായിട്ട് ഞാനിത് വന്നതിന് ശേഷം നമ്മൾ ഈ പറഞ്ഞ പോലെ ടി വിയിൽ കാണിക്കുക എന്നുള്ളതുകൊണ്ട് കളി കാണാൻ തുടങ്ങിയ ആളാണ്. പക്ഷെ ഇപ്പൊ അമ്മയ്ക്ക് ടീമിലെ എല്ലാ പ്ലേയേഴ്സിനെ അറിയാം, എല്ലാവരെയും പേര് പറഞ്ഞാൽ അറിയാം, എല്ലാവരും അറിയാം അമ്മയ്ക്ക്. അമ്മ മാച്ചസ് ഇപ്പോൾ എഴുതാൻ ബ്ലാസ്റ്റേഴ്സിന്റെ എല്ലാ മാച്ചസും കാണും അമ്മ. അപ്പൊ അമ്മ ഈ പറഞ്ഞ പോലെ കളി മാച്ച് കഴിഞ്ഞ് ഫോൺ വിളിക്കുമ്പോൾ ഭയങ്കര അഭിപ്രായം പറച്ചിലാണ്. അടുത്ത കളിക്ക് വേണം കോച്ചായി ഇറക്കാം, ആ രീതിക്കുള്ള അഭിപ്രായം പറച്ചിലാണ്. അത് അവരുടെ ഇമോഷൻസ് ആണ്. ലൈക്ക് അങ്ങനെ വാലിഡ് പോയിന്റ്സ് പലതും ഉണ്ട്, പക്ഷെ അതെല്ലാം ഹാപ്പൻ ചെയ്യുന്നതാണ്. അത് റെക്ടിഫൈ ചെയ്തിട്ട് അടുത്ത സീസൺ നമുക്കിപ്പോൾ അതിൽ പ്രത്യേകിച്ച് റോള് നമുക്ക് അങ്ങനെ ഇല്ലല്ലോ. അത് കോച്ചിങ് സ്റ്റാഫ്, പ്ലേയേഴ്സ്, നമ്മളെ റോൾ എന്ന് പറഞ്ഞാൽ പ്ലേയേഴ്സിനെ അവൈലബിൾ ആക്കുക എന്നുള്ളതാണ്. എല്ലാവരും പറയും, പ്ലേയേഴ്സ് ആണെങ്കിലും പറയും, കളി തോറ്റു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തിരിച്ച് വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കളിയാക്കൽ ഒരു കാര്യങ്ങളാണ്. അതിൽ ഹെൽത്തി അല്ലാതെ അൺഹെൽത്തി ആയിട്ട് അങ്ങനെ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. എല്ലാം ഹെൽത്തി ടൈംസിൽ തന്നെ പോക്കുള്ളൂ. എങ്ങനെയാ ഡോക്ടർ എങ്ങനെയാ ഇത് ഈ ഇങ്ങനെയുള്ള കമന്റ്സ് റിപ്ലൈസിനോടൊക്കെ, പിന്നെ ഡോക്ടറുടെ ഒരു റെസ്പോൺസ് എങ്ങനെയാണ്? അല്ല, അത് ഹെൽത്തി എടുക്കാന്നുള്ളത് അവരുടെ ഇമോഷൻ. ഞാനിപ്പോ 2 years ആയിട്ടുള്ളത്, ഇതിനു മുമ്പ് ഞാനും ഇങ്ങനെ തന്നെ ആയിരുന്നു. ഇതിനു മുമ്പ് നമ്മൾ കളി കാണുന്ന സമയത്ത് ഒരു മിസ് ആയി കഴിഞ്ഞാൽ എന്താ കാണിക്കുന്നതെന്ന്. പക്ഷെ ക്ലബിലേക്ക് എത്തിയതിനു ശേഷം നമ്മൾ അറിയുന്നത് അവര് 100 ചെയ്യുന്നേ. അപ്പൊ അതിനപ്പുറത്തേക്ക് അത് മാച്ചാണ്, അവര് ചെയ്യുന്നുണ്ട്. ഇനിയും ബെറ്ററായി ചെയ്യായിരുന്നു അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവർ മാക്സിമം അവർ ചെയ്യുന്നുണ്ട് പ്ലേയേഴ്സ്. അതുകൊണ്ട് ഇപ്പൊ ക്ലബിൽ നിൽക്കുന്നതുകൊണ്ട് ഒരിക്കലും അപ്പൊ എനിക്ക് ആ ഡിഫറൻസ് മനസ്സിലാവും. പുറത്ത് നിൽക്കുന്നതിന്റെ അകത്ത് നിൽക്കുന്നതിന്റെ ഡിഫറൻസ് അപ്പൊ മനസ്സിലാകും. പുറത്ത് നിൽക്കുന്ന സമയത്ത് ഇതിന് മുമ്പ് നമ്മൾ ആരായാലും ഗ്രൗണ്ടിൽ പോയി കളിയാണെങ്കിലും തോക്കുന്ന സമയത്തൊക്കെ എന്താ കാണിക്കുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അത് ഹെൽത്തി ടൈമിൽ എടുക്കുക, അതിനനുസരിച്ച് മറുപടി കൊടുക്കുക. ഗാലറിയിൽ ഇരിക്കാൻ എളുപ്പമാണ്, ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോഴാണ് പ്രശ്നം. അവരത്രയും, ഞാൻ പറഞ്ഞല്ലോ, അത്രയും സ്ട്രഗിളും കാര്യങ്ങളും അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാം റെഡിയാവും തീർച്ചയായും. ഇപ്പൊ നമ്മള് സ്കൂൾ ലെവലിൽ നോക്കുമ്പോൾ പോലും ഒരുപാട് കുട്ടികളുണ്ട്, നന്നായിട്ട് കളിക്കുന്ന കുട്ടികളുണ്ട്. പക്ഷേ അവരോടൊക്കെ അവർക്ക് കിട്ടുന്ന ഒരു റെസ്പോൺസ് എന്താന്ന് വെച്ചാൽ, നീ പഠിച്ചിട്ട് മതി പന്തെടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് നഷ്ടപ്പെടുന്ന കുറെ പ്ലേയേഴ്സ് ഉണ്ട്. അങ്ങനെ തോന്നുന്നുണ്ടോ ഡോക്ടർക്ക്? ഓഫ് കോഴ്സ് ഒരുപാട് ഉണ്ട് അങ്ങനെ. നമ്മൾ പഠിച്ചിരുന്ന സമയത്താണെങ്കിൽ പോലും അങ്ങനെ തന്നെയാണല്ലോ. പഠിപ്പ് കഴിഞ്ഞിട്ട് ഒരു ഇന്ത്യൻ സമ്പ്രദായം അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റഡി സിസ്റ്റം അങ്ങനെയാണ്. ഫോറിൻസിലൊക്കെ നമുക്ക് കാണുന്ന പോലെ അവർ ചെറുപ്പം തൊട്ടേ ട്രെയിനിങ്ങും കാര്യങ്ങളും അതിൻ്റെ കൂടെ പഠിത്തം എന്നുള്ളതാണ്. അവർ കഴിവ് എന്താണെന്ന് തിരിച്ചറിയാം. ഇപ്പോൾ ഫുട്ബോൾ ആവണമെന്നില്ല, ക്രിക്കറ്റ് ആവണമെന്നില്ല, സ്പോർട്സ് ആവണമെന്നില്ല, അതെന്താ തിരിച്ചറിഞ്ഞ് അതിൻ്റെ കൂടെ പഠനം കൊണ്ടുപോകാൻ രീതിക്കാണ്. പക്ഷെ നമ്മളെ ഈ ഇന്ത്യയിലോട്ട് വരുമ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് നല്ല രീതിക്ക് ഉണ്ട്. ഒരു പ്രൊഫഷണൽ എന്താ പറയുക, പ്രൊഫഷണൽ ഫുട്ബോളിലേക്ക് കയറുന്ന അത്രയും അധികം ഫാമിലി ആരും സപ്പോർട്ട് ചെയ്യുന്നതല്ല. വളരെ കുറവ് മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. അധികവും ഈ സ്റ്റഡീസ് അല്ലെങ്കിൽ പറഞ്ഞ പോലെ ആ രീതിക്ക് നോക്കാറുള്ളൂ. അത് കുറേ പ്ലേയേഴ്സിന് അത് കാരണം നമുക്ക് നഷ്ടമാവുന്നുണ്ട്. അതുപോലെ കൂടുതൽ സപ്പോർട്ട് കിട്ടാത്ത പ്ലേയേഴ്സിനെയും നമുക്കങ്ങനെ നഷ്ടമാവുന്നുണ്ട്. ലോക്കൽ സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു താങ്ങ് കിട്ടാത്തതുകൊണ്ട് എത്താത്ത പ്ലേയേഴ്സായിട്ടും കുറേ സപ്പോർട്ട് ആവുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ കമ്പയർ ടു പാസ്റ്റ് ഇപ്പോൾ അത് ഭയങ്കരമായിട്ട് മാറി വരുന്നുണ്ട്. ഇപ്പോൾ പറഞ്ഞ പോലെ ന്യൂ ജനറേഷൻ പാരൻസ് അല്ലെങ്കിൽ ആ ഒരു പാരന്റിങ് സിസ്റ്റം കുറച്ചൊക്കെ മാറി വരുന്നുണ്ടെന്നാണ് എനിക്ക് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് ആ ഒരു പാരന്റിങ് സിസ്റ്റം. ഇപ്പോൾ ലൈക്ക് ഞാനൊരു പേരന്റ് ആവുകയാണെങ്കിൽ ഞാൻ എങ്ങനെ ആയിരിക്കും നമുക്കറിയാലോ. അപ്പോൾ ആ ഒരു കുറച്ചൊക്കെ മാറി വരുന്നുണ്ട്. എല്ലാവരും റെഡി ആയി വരുന്നുണ്ട്. ആ ഒരു ചേഞ്ച് വെച്ച് നോക്കുമ്പോൾ എന്തായാലും മാറുമായിരിക്കും. ആ ഒരു രീതിക്ക് തന്നെ കഴിവ് കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുന്ന രീതിക്ക് ഇപ്പോൾ മാറി തുടങ്ങി. ഒരു സൈഡിൽ നിന്ന് തന്നെ നല്ല രീതിക്ക് അത് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ എവിടുന്നും സപ്പോർട്ട് ഇല്ലാതെ, ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു താങ്ങില്ലാതെ നമുക്കൊരു സ്ട്രോങ് ആയിട്ട് നമുക്ക് ഗ്രൗണ്ടിൽ നിന്ന് കളിക്കാൻ പറ്റില്ല അല്ലെ? അങ്ങനെ ഒരു സീൻ ഉണ്ടോ? ഇല്ല, അങ്ങനെ എത്തിയ പ്ലേയേഴ്സ് ഒരുപാടുണ്ട്. ഹാർഡ് വർക്കും കാര്യങ്ങളും കൊണ്ട് എത്തിയ ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. അത്രയും ടാലന്റഡ് പ്ലേയേഴ്സ് നമ്മുടെ ക്ലബ്ബിൽ തന്നെ കളിക്കുന്ന ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. ലോക്കലി പറഞ്ഞ പോലെ സപ്പോർട്ട് ചെയ്യാനില്ലാത്ത പോലും. പക്ഷേ ഏതെങ്കിലും ഒരു പോയിന്റിൽ ആരെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് കിട്ടും. നമ്മൾ ഓഫ് കോഴ്സ് ഒരു കഴിവുള്ളൊരു പയ്യനെ കണ്ടു കഴിഞ്ഞാൽ നമ്മളവനെ പ്രോത്സാഹിപ്പിക്കുമല്ലോ. അപ്പോൾ എവിടുന്നേലും ആ ഒരു സപ്പോർട്ട് കിട്ടും. ഓക്കെ, ഇല്ലാന്നുണ്ടെങ്കിലും കഴിവുള്ളവർ അതിനുവേണ്ടി ഡെഡിക്കേഷൻ കൊടുക്കാൻ റെഡിയാണോ അപ്പോൾ എന്തായാലും എത്തിയിരിക്കും. അങ്ങനെ എത്തിയ ആളുകൾ നമുക്ക് ടീമിലുണ്ട്. പേഴ്സണലി അവരുടെ എക്സ്പീരിയൻസ് നമ്മുടെ അടുത്ത് പേഴ്സണലി പറയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അവരെന്തോരം സ്ട്രഗിൾ കഴിഞ്ഞിട്ടാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ എന്തോരം ഇതിനു വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിൽ അത്രയും ആഗ്രഹിച്ചു കഴിഞ്ഞ് എത്രയും ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ആഗ്രഹം മാത്രമല്ല അതിനനുസരിച്ച് നമ്മൾ വർക്കും കൂടി ചെയ്ത് കഴിഞ്ഞാൽ എത്താൻ പറ്റായിക്കൊന്നുമില്ല. എല്ലാവർക്കും എത്താവുന്നത് തന്നെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഈ ഫുട്ബോൾ കൾച്ചർ വളർത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ കൂടെ വേണം എന്ന് തോന്നിയിട്ടുണ്ടോ? ലൈക്ക് ഇപ്പോൾ കുറേയൊക്കെ നമുക്ക് ടർഫുകളാണെങ്കിലും സ്ഥലങ്ങളാണെങ്കിലും ഇപ്പോൾ കുറേ ആയിട്ട് വരുന്നുണ്ട്. പണ്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കളിക്കണമെന്നുണ്ടെങ്കിൽ. ഒരു പ്രൊഫഷണൽ രീതിയിലേക്ക് മാറുമ്പോൾ ഒരു ഇൻ്റർനാഷണൽ ലെവലിലുള്ള സ്റ്റേഡിയംസ് നമുക്കിപ്പോൾ പറയാൻ പോകുന്ന കൊച്ചിയിലെ സ്റ്റേഡിയം ഉള്ളത്, പിന്നെ മഞ്ചേരി ഉണ്ട്, അതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു നല്ലൊരു സ്റ്റേഡിയം, ടോപ്പ് സ്റ്റേഡിയം എന്ന് പറയാൻ അങ്ങനെ ഇല്ല. നമുക്ക് സ്വന്തമായിട്ടൊരു സ്റ്റേഡിയം അങ്ങനെ ഇല്ല. അപ്പോൾ സ്റ്റേഡിയംസ് വരണം, അതിനനുസരിച്ച് ട്രെയിനിങ് സിസ്റ്റംസ്, ട്രെയിനിങ് സ്കൂളുകൾ, ഗ്രാസ് റൂട്ട് ലെവലിൽ തന്നെ കാര്യങ്ങൾ പോകുന്ന രീതിക്ക് കുറച്ചുകൂടി ആക്റ്റീവായിട്ട് വന്നു കഴിഞ്ഞാൽ നടക്കും, കാര്യങ്ങളെല്ലാം നടക്കും.
ഈ പറഞ്ഞ സ്റ്റേഡിയത്തിൻ്റെ അവൈലബിലിറ്റി കുറവാണ് നമുക്ക്. നല്ല രീതിക്ക് ഇൻ്റർനാഷണൽ ലെവലിൽ കളിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ക്ലബ് ലെവലിൽ കളിക്കണമെങ്കിൽ നമ്മൾ അത്രയും നല്ല ടർഫുകളിലും അത്രയും നല്ല ഇതിലും പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് അവിടെ എത്തുമ്പോൾ ആ ഒരു റിസൾട്ട് ചെയ്യാൻ പറ്റൂ. ഇപ്പോൾ പലരും നമ്മൾ മണലിൽ കളിച്ചിട്ട് പോലും ആ ലെവലിൽ കളിക്കുന്നുണ്ട്. പക്ഷേ കുറച്ചുകൂടിയും കാര്യം നോക്കുമ്പോഴത്തേക്കും ഈ ഗ്രൗണ്ടിന്റെ കാര്യം നോക്കുമ്പോഴത്തേക്കും ഇപ്പൊ നമ്മൾ ഇവിടെ പരിശീലിച്ച പോലെ ആയിരിക്കില്ലല്ലോ, പെട്ടെന്ന് ആ ഗ്രൗണ്ടുമായിട്ട് പഴകണം എന്നുള്ള ഒരു കാര്യം നമ്മൾ കേൾക്കാറുണ്ട്. അപ്പൊ അതിൽ തന്നെ നമുക്ക് ചെയ്യുമ്പോൾ അത്രയും അഡ്വാൻറ്റേജ് ആണ്. നമ്മൾ ഓപ്പോസിറ്റ് കളിക്കുന്നത് ചിലപ്പോൾ അതിൽ ആ ഒരു സാഹചര്യത്തിന് വളർന്നു വരുന്ന ആൾക്കാരുടെ അടുത്തായിരിക്കും, അല്ലെങ്കിൽ അതിൽ പ്രാക്ടീസ് ചെയ്ത ആൾക്കാരുടെ അടുത്ത് നമ്മൾ ഇവിടുന്ന് പോകുന്നത്. അപ്പൊ അതൊരു ഘടകമാണ്. അപ്പോൾ സൗകര്യങ്ങൾ ഇനിയും വളരാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ വരാനുണ്ട്. നമ്മൾ കേരളത്തിന്റെ കാര്യം പറയുമ്പോഴത്തേക്കും നമുക്ക് കൊച്ചിയിൽ സ്റ്റേഡിയം ഉണ്ട്. കൊച്ചിയിൽ ഒരു ഫുട്ബോൾ ഫീവർ വരുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഗാലറിയിലൊക്കെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു സീൻ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. പക്ഷേ മലപ്പുറം എന്ന് പറയുമ്പോഴത്തേക്കും അത് വേറൊരു വികാരമാണ്. മലപ്പുറം ഇസിക്കൽ ടു ഫുട്ബോൾ, ഫുട്ബോൾ ഇസിക്കൽ ടു മലപ്പുറം എന്നൊരു കാര്യം പറയുന്നുണ്ടല്ലോ. അതിനിപ്പോഴും പ്രസക്തി ഉണ്ടോ? എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? മറ്റ് ജില്ലകളിൽ നിന്ന് പ്ലേയേഴ്സ് ഇല്ലാത്തത് കൊണ്ടാണോ? അല്ല, അങ്ങനെയൊന്നുമില്ല. മറ്റു ജില്ലകളിൽ നിന്നും പ്ലേയേഴ്സ് ഉണ്ട്. നമ്മൾ ക്ലബ്ബിലാണെങ്കിൽ പോലും പല ജില്ലകളിൽ നിന്നും പ്ലേയേഴ്സ് ഉണ്ട്. കാസർഗോഡ് തൊട്ടിട്ട് തിരുവനന്തപുരം വരെ നമുക്ക് പ്ലേയേഴ്സ് ഉണ്ട്, ഓരോ ജില്ലകളിൽ നിന്നുണ്ട്. ഈ പറഞ്ഞ പോലെ പ്ലേയേഴ്സ് ഏറ്റവും കൂടുതലുള്ള മേ ബി മലപ്പുറം. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മുടെ ക്ലബ്ബിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ തൃശ്ശൂരിൽ നിന്നാണ്. പ്രൊഫഷണലി ആണെങ്കിലും ഇപ്പോൾ കേരള ടീമിന് വേണ്ടി കളിക്കുന്നവർ, അല്ലെങ്കിൽ നമ്മുടെ പോലീസ് ടീം, കേരള ഗവൺമെൻറ് ടീംസ് ആണെങ്കിൽ പോലും തൃശ്ശൂരിൽ നിന്ന് അത്യാവശ്യം എമൗണ്ട് വരുന്നുണ്ട് പ്ലേയേഴ്സ്. ഫുട്ബോൾ പ്ലേയേഴ്സ് അധികം തൃശ്ശൂരുണ്ട്, മലപ്പുറം ഉണ്ട്, കാസർഗോഡ് ആണെങ്കിലും പ്ലേയേഴ്സൊക്കെ ഉണ്ട്. പക്ഷെ മലപ്പുറത്തിന് വ്യത്യസ്തമാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ടൂർണമെൻറ്റുകളും സെവൻസ് ടൂർണമെൻറ്റുകളും ആ ഫുട്ബോളിനോടുള്ള ഒരു പാഷൻ, ഒരു വയസ്സായ ആളുകളാണെങ്കിലും ചെറിയ കുട്ടികളാണെങ്കിൽ തൊട്ടും ആ ഒരു പാഷൻ ഭയങ്കരമായിട്ട് മലപ്പുറത്തുണ്ട്. അപ്പോൾ ഫാൻസ് അല്ലെങ്കിൽ ആ ഫുട്ബോളിനോട് സ്നേഹം വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു മലപ്പുറത്താണ് അത്രയും സ്നേഹിക്കുന്ന ആളുകൾ കൂടുതലുള്ളത്. മറ്റു ജില്ലകളിൽ ഇല്ലാന്നല്ല, കൂടുതലുള്ളത് മലപ്പുറത്തായിരിക്കും. ബട്ട് പ്ലേയേഴ്സ് അങ്ങനെ ഒരു ജില്ലയിൽ നിന്ന് മാത്രമാണെന്ന് പറയാൻ പറ്റില്ല. അത്രയും സ്നേഹമുള്ളപ്പോൾ ഓഫ്കോഴ്സ് അവിടെ കളിക്കുന്നതെല്ലാം ഫുട്ബോൾ അധികം വരും കളിക്കും. ഇപ്പോൾ ട്രിവാൻഡ്രത്തിലേക്ക് അധികം ക്രിക്കറ്റ് ഓറിയന്റാണ് കുറച്ചുകൂടി എനിക്ക് തോന്നിയിട്ടുള്ളത്. ഫുട്ബോൾ അത്ര ഉണ്ട്, പക്ഷെ കുറവാണ്. ക്രിക്കറ്റ് ഓറിയന്റാണ് കുറച്ചുകൂടി. അപ്പോൾ ആ ജില്ല തിരിച്ചുള്ള വ്യത്യാസം ചെറിയ രീതിക്ക് ഉണ്ട്. ബട്ട് അത് മലപ്പുറം മാത്രമായിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല. ബേസിക്കലി ഞാൻ മലപ്പുറത്ത് നിന്നാണ്, പൊന്നാനിയിൽ നിന്നാണ് ജനിച്ചതെല്ലാം പൊന്നാനിയാണ്. പക്ഷെ അപ്പോൾ അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ അതൊരു ബാഗേജും കൂടെ ആണെന്ന് തോന്നുന്നു. അതായത് ഇൻ ദ സെൻസ് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും. ഇപ്പോൾ നമ്മളിപ്പോൾ IPL വിഘ്നേഷ് പുത്തൂർ എന്ന താരം വന്നപ്പോൾ മലപ്പുറം പെരിന്തൽമണ്ണക്കാരനാണെന്ന് പറയുമ്പോൾ കേരളത്തിന് മൊത്തം അഭിമാനമാണ്. പക്ഷെ ഞാൻ കമൻസ് നോക്കിയപ്പോഴത്തേക്കും കണ്ടത് ഈശ്വര, അപ്പം ഇനി ഫുട്ബോളിനെ ചേർത്ത് നമ്മളെ അങ്ങനെ പറയില്ലല്ലോ. അങ്ങനെ ഉണ്ടോ? അതൊരു പ്രശ്നമായിട്ട് ആളുകൾ എടുക്കുന്ന കാഴ്ചപ്പാടിന്റെയും ഇതിന്റെയും പ്രശ്നമാണ്. അവരവരോടുള്ള സ്നേഹമാണ് ഫുട്ബോളിനെ പറ്റി കാണിക്കുന്നത്. എല്ലാവർക്കും അതിൻ്റെതായ സ്നേഹങ്ങളുണ്ടല്ലോ. അപ്പോൾ മലപ്പുറത്തുള്ള ഒരു ഫുട്ബോളിനുള്ള സ്നേഹം കാണിക്കുന്നു, അത്രേ ഉള്ളൂ. അത് വലിയൊരു വിഷയമാക്കേണ്ട കാര്യമല്ല. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, അതിലങ്ങനെ കൂടുതൽ അഭിപ്രായമില്ല. ഓക്കെ. പിന്നെ നമ്മൾ ടീമിലേക്ക് വന്നതിന് ശേഷം, ടീം ഡോക്ടറായിട്ട് വന്നതിന് ശേഷം ഒരു മറക്കാൻ പറ്റാത്ത ഒരു ഇൻസിഡന്റ് ഉണ്ടോ? അങ്ങനെ ഇതുപോലെ പല കളികൾ നമ്മൾ ജയിക്കണം എന്ന് ആഗ്രഹിച്ച് ജയിച്ച കളികൾ, അതൊക്കെ മറക്കാൻ പറ്റാത്ത കുറേ സംഭവം തന്നെയുണ്ട്. ഫസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫസ്റ്റത്തെ ഒരു എൻട്രി ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുമ്പോഴുള്ള ഒരു ഫീൽ, അതൊക്കെ ഉള്ളത് തന്നെയാണ്. പക്ഷേ എനിക്ക് പേഴ്സണലായിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് എൻ്റെ ബർത്ത്ഡേ ടീമിൻ്റെ കൂടെ ആയിരുന്നു, ക്ലബിൻ്റെ കൂടെ ആയിരുന്നു, ജംഷഡ്പൂരായിരുന്നു. അപ്പോൾ ബർത്ത്ഡേസ് ഒരുപാട് ആഘോഷിച്ചിട്ടുണ്ട്. പക്ഷേ ലാസ്റ്റ് ബർത്ത്ഡേ എനിക്ക് ഭയങ്കര ഒരു മറക്കാനാവാത്തത് തന്നെയാണ്. ലൈക്ക് പ്ലേയേഴ്സ് ടീമിൻ്റെ കൂടെ നമ്മൾ ഹോട്ടലിൽ കേക്ക് കട്ട് ചെയ്യുന്നു, കോച്ച് കൂടെ നിൽക്കുന്നു. അന്ന് ഇവാൻ കോച്ചാണ് ഉള്ളത്. അപ്പോൾ കോച്ച് കൂടെ നിൽക്കുന്നു. ഈ പറഞ്ഞ എല്ലാ പ്ലേയേഴ്സും, ഫോറിൻ പ്ലേയേഴ്സ് ആണെങ്കിലും ഇന്ത്യൻ പ്ലേയേഴ്സ് ആണെങ്കിലും, ഇന്ത്യൻ ടീം കളിക്കുന്ന പ്ലേയേഴ്സ് എല്ലാം അവരെല്ലാം നമുക്ക് വേണ്ടി ചിയർ ചെയ്യുന്നു, ബർത്ത്ഡേക്ക് നമ്മൾ വിഷ് ചെയ്യുന്നു. അത് എനിക്ക് മറക്കാൻ പറ്റില്ല, ഒരിക്കലും ഞാൻ മറക്കാത്ത സംഭവം അതാണ്. പേഴ്സണലി ചോദിക്കുകയാണെങ്കിൽ പ്രൊഫഷണലി പല കാര്യങ്ങളും ഉണ്ട്, ടീം ജയിക്കുന്ന കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളും പല മെമ്മറീസും ഉണ്ട്. ഏറ്റവും പേഴ്സണലി എനിക്ക് ഉള്ളത് ഈ ബർത്ത്ഡേ സെലിബ്രേഷൻ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു, ലൈഫിൽ മറക്കില്ല, ഒരിക്കലും ഇല്ല. എല്ലാ ബർത്ത്ഡേസിലും ഞാൻ ഓർക്കുന്ന ഒരു സംഭവം അതായിരിക്കും. ഇപ്പോൾ ആദ്യം ചോദിച്ച പോലെ തന്നെ ഫുട്ബോൾ എന്ന് പറയുന്നത് നമ്മൾ കൂടെ പറഞ്ഞൊരു കാര്യമാണ്, ഇത് കൊണ്ടുതരുന്ന ഒരു ഹാപ്പിനെസ് വളരെ വലുതാണെന്നുള്ളത്. പ്രത്യേകിച്ച് ഈ കാൽപന്തിനെ സ്നേഹിക്കുന്ന, ആരാധിക്കുന്ന ആളുകളെ നമുക്ക് കാണാനായിട്ട് പറ്റുക. നമ്മളും അങ്ങനെ ഒരാൾ എന്ന നിലയിൽ അവരോടൊപ്പം ഒരു ടീം ഡോക്ടറായിട്ടിരിക്കുക എന്നുള്ളത്, ആ ഗെയിമിനൊപ്പം കൂടി ആയിരിക്കുക എന്നുള്ളതുണ്ടല്ലോ, ആ ടീമിനൊപ്പം സഞ്ചരിക്കുക എന്നുള്ളത് നമുക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫുട്ബോളിനൊപ്പം നമ്മൾ സഞ്ചരിക്കുക എന്നുള്ളതാണല്ലോ, അത് കാഴ്ചകൾ കാണുക എന്നുള്ളതാണല്ലോ. അപ്പോൾ എത്ര ഹാപ്പിനെസ് ആണ് അത് കൊണ്ടുതരുന്നത്. ഇനി എന്തൊക്കെയാണ് ഫ്യൂച്ചറിലെ പ്ലാൻസ്, അതുകൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു. നല്ല ചോദ്യമാണ്. അത് എനിക്കത് എത്രത്തോളം എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് കോളേജിൽ പഠിക്കുന്ന ടൈം തൊട്ടിട്ട് തന്നെയാണെങ്കിലും, ഇപ്പോൾ ഒരു എക്സാം ആണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്ത് ടെൻഷൻ വന്നാലും വൈകിട്ട്
ഫുട്ബോൾ കളിക്കാൻ ഇറങ്ങുമ്പോൾ അത് ഓഫ് കോഴ്സ് ഫുട്ബോൾ കളിക്കുന്ന എല്ലാവർക്കും ആ ഒരു സന്തോഷമാണത്. എല്ലാം മറക്കുന്നതാണ് നമ്മൾ കളിക്കുമ്പോൾ സമയത്ത്, അത്രയും ഫുട്ബോളിൻ്റെ സമയത്ത്. അപ്പോൾ ഇത്രയും ജോലിയുടെ ഭാഗമായിട്ട് കൂടി ഫുട്ബോൾ ലൈഫിലേക്ക് വരുമ്പോൾ ടെൻഷൻസ് ഒക്കെ കുറേ ഫ്രീ ആവുന്നുണ്ട്. അത്രയും സന്തോഷമുള്ള എത്രത്തോളം എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് അറിഞ്ഞൂടാ. അത്രയും ഹാപ്പിയാണ് ഈ ഫീൽഡിൽ നിൽക്കുന്നതിനുള്ളത്. ഇനി ഹയർ സ്റ്റഡീസ് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അപ്പോൾ അതിന് പോകണം, തിരിച്ച് ടീമിലേക്ക് വരണം, അങ്ങനെ എല്ലാം നടക്കും. എല്ലാം അടിപൊളിയായിട്ട് നടക്കട്ടെ എന്ന് കൂടെ വിഷ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനിയും ആസ് എ ടീം ഡോക്ടർ നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിനൊപ്പം കാണാൻ പറ്റൂ അല്ലേ? ചിലപ്പോൾ ഹയർ സ്റ്റഡീസും കാര്യങ്ങളായിട്ട് ഒന്ന് പോകേണ്ടി വരും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കോൺട്രാക്ട് എന്നാലും നമ്മുടെ ചോരയിലും ഞരമ്പിലും ഒക്കെ ഫുട്ബോൾ എന്ന ഫീവർ വരും, കറങ്ങി എങ്ങനെയും കാലം ഇവിടെ എത്തിയത് ഇതുപോലെ തന്നെ ആയിരിക്കും. മേ ബി ആ ഒരു പാഷൻ ഉള്ളത് കൊണ്ടായിരിക്കും എത്തിയത്. അപ്പോൾ ഹയർ സ്റ്റഡീസ് എല്ലാം കഴിഞ്ഞ് വീണ്ടും തിരിച്ചു വരുന്നത് വിചാരിക്കുന്നു. ശരിക്കും നമ്മൾ എല്ലാവരും കണക്റ്റഡ് ആണ് ഈ ഒരു ഗെയിം എന്ന ഒരു കാരണം കൊണ്ട്. ലോകത്തുള്ള പല മനുഷ്യരും കൂടിച്ചേർന്നുകൊണ്ട് ഒരു ഫുട്ബോളം ഈ നമ്മൾ പറയുന്ന ആ ഒരു ഗോളമായിട്ട് മാറുകയാണെന്ന് പറയത്തില്ലേ, ഹോൾ വേൾഡ് ഇസ് എ ബോൾ എന്ന് പറയുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു പിന്നെ ഫ്രറ്റേണിറ്റിയിൽ എപ്പോഴും ഉണ്ടാവട്ടെ, എപ്പോഴും ആ ഒരു സ്നേഹം നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ, ഫുട്ബോൾ ഇഷ്ടം പോലെ കളിക്കാൻ പറ്റട്ടെ, ഒത്തിരി മാച്ചസ് ലൈഫിൽ ഉണ്ടാവട്ടെ, മെമ്മറബിൾ മൊമെന്റ്സ് ഉണ്ടാവട്ടെ എന്നൊക്കെ വിഷയമാണ്. താങ്ക് യു ഡോക്ടർ.